ഹേ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന മൂവി 2026 ഇപ്പോൾ റീസെന്റ് ആയിട്ട് ഒരു കൊറിയൻ സർവൈവൽ ത്രില്ലർ മൂവിയായിട്ട് പുറത്തിറങ്ങിയ കോളനി എന്ന് പറഞ്ഞിട്ടൊരു മൂവിയാണ് നമ്മളിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ഈ ട്രെയിൻ ടു ബുസാൻ ഉണ്ടല്ലോ, ആ ഒരു സിനിമയിലെ സംവിധാനം ചെയ്ത അതേ സംവിധാനം തന്നെയാണ് ഈ ഒരു മൂവി ചെയ്തിട്ടുള്ളത്. അപ്പോൾ സോംബി മൂവിയാണെന്ന് അറിയുമ്പോഴത്തേക്ക് ഇനി പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല, കാണാൻ മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ നമ്മൾ കാണുന്ന ഈ ഓരോ സോംബി മൂവികളിലും അതിലെ വൈറസ് കഷ്ടപ്പെട്ട ഒരു ഫാമിലി എല്ലാം നിർമ്മിച്ചിട്ട് ഏതെങ്കിലും ഒരു മനുഷ്യ എഴുതിലേക്ക് കയറി അവരെ കൺട്രോൾ ചെയ്ത് നല്ല സമാധാനമായിട്ട് ജീവിക്കുമ്പോഴത്തേക്കും ബാക്കിയുള്ള നമ്മുടെ ഹീറോസും ബാക്കി എല്ലാവരും വന്ന് അതിനെ എല്ലാവരും നശിപ്പിച്ച് കളയാണ്. ഇങ്ങനെ എത്രയെന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു സോംബികളെല്ലാം സഹിച്ചു പിടിച്ച് നിൽക്കുന്നത്. അതുകൊണ്ട് ഇത്തവണ അവർ വീണ്ടും ഇവോൾവ് ആയിട്ട് ഒരു കൈ നോക്കാമെന്ന് പറഞ്ഞിട്ട് തന്നെയാണ് ഈ ഒരു മൂവിയിൽ ആ വൈറസുകളെല്ലാം വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു മൂവിയിൽ ഈ വൈറസുകൾ എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത്, അതിൽ നിന്നെല്ലാം മനുഷ്യർ എങ്ങനെയാണ് രക്ഷപ്പെടുന്നത് എന്നെല്ലാം നമുക്ക് എൻജോയ് ചെയ്ത് ഒരു ചെറിയ പേടിയോടെ തന്നെ കണ്ടു തീർക്കാം. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മൂവീസ് കേൾക്കാനായിട്ട് നിങ്ങൾ എല്ലാവരും തയ്യാറാണെന്ന് എനിക്കറിയാം. കഥ പറയാണ്ട് ഞാൻ ഇവിടെ ഉള്ളപ്പോൾ നിങ്ങൾ ഒരു കാരണവശാലും വിഷമിക്കേണ്ട. അതുകൊണ്ട് പുതിയ മൂവിയാണ്, ഒരിക്കലും മിസ് ചെയ്യരുത്. ഇനിയിപ്പോൾ വേറെ ഏതെങ്കിലും ചാനലിൽ നിങ്ങൾ ഈ ഒരു മൂവി കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല ഇവിടെ നിന്ന് കാണുന്നതുകൊണ്ട്. അതുകൊണ്ട് നല്ല ഹാപ്പി ആയിട്ട് കണ്ട് എൻജോയ് ചെയ്യുക. അപ്പോൾ അധികം താമസിക്കാതെ നമുക്ക് നേരെ ഇന്നത്തെ ആ ഒരു സ്റ്റോറിയിലേക്ക് പോവാം. പോകുന്നതിന് മുന്നേ ഒരു കാര്യം, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ വേഗം സബ്സ്ക്രൈബ് ചെയ്തോ. 2 ലക്ഷം ആകുമ്പോഴത്തേക്കും ഒരു കാര്യം ചെയ്യാനുണ്ട്. അപ്പോൾ അത് മറക്കാതെ എല്ലാവരും ഒന്ന് ചെയ്തേക്കുക. അപ്പോൾ അധികം താമസിക്കാതെ നമുക്ക് നേരെ ഇന്നത്തെ ആ ഒരു സ്റ്റോറിയിലേക്ക് പോവാം. അപ്പോൾ ഈ കഥ തുടങ്ങുന്നത് സൗത്ത് കൊറിയയിലെ സിയോൾ എന്ന് പറഞ്ഞൊരു നഗരത്തിൽ നിന്നാണ്. ഇപ്പോൾ വലിയൊരു ബിൽഡിങ്ങിനകത്ത് കാലിന്റെ മേലിൽ കാലും വെച്ചിട്ടിരിക്കുന്ന ഇവനാണ് ഹീറോ ഒന്നുമല്ല, കണ്ണാടി ഇട്ടിട്ട് ഒരുത്തൻ. അവൻ ഇതിനു മുന്നേ ഒരു ബയോടെക്നോളജി കമ്പനിയിൽ ജോലി ചെയ്യുമായിരുന്നു. ഇപ്പോഴാണെങ്കിലും ഉടനെ തന്നെ അവൻ പോലീസിനെ വിളിച്ചിട്ട്, ഇന്ന് ഞാനൊരു എക്സ്പെരിമെന്റ് ചെയ്തിട്ടുണ്ട്, അത് ഏത് സമയത്ത് വേണമെങ്കിലും ഒരു ബയോ ടെറർ അറ്റാക്കായിട്ട് മാറാം. സിയോളിലുള്ള ഈ ഒരു ബയോടെക് കമ്പനി ഉണ്ടല്ലോ, അതിനകത്താണ് ഈ ഒരു കാര്യം സംഭവിക്കാൻ പോകുന്നതെന്നും. അത് നിങ്ങൾ വിചാരിക്കുന്നത് പോലെ സാധാരണ ഒരു അറ്റാക്ക് അല്ല, അതൊരു വൈറസ് അറ്റാക്ക് ആയിരിക്കും. പക്ഷെ അതിനുള്ള മരുന്ന് എന്റെ ശരീരത്തിലാണുള്ളത്. കാരണം ആ ഒരു മരുന്ന് ഞാൻ എന്റെ ശരീരത്തിലേക്ക് കുത്തിവെച്ചിട്ടുണ്ട്. അങ്ങനെ ഇത്രയും കാര്യം പറഞ്ഞിട്ട് ഇവൻ ആ ഒരു ഫോൺ അങ്ങ് കട്ട് ചെയ്യുന്നതും. ഇപ്പോൾ ഇവൻ പല ബിൽഡിങ്ങിലും ഇതുപോലെ ഒരു ബയോ അറ്റാക്ക് നടത്താൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ പ്ലാനും കാര്യങ്ങളൊക്കെയാണ് അവിടെ വെച്ചേക്കുന്നത്. ഇപ്പൊ അതേസമയം ഈ ഒരു ബിൽഡിങ്ങിലെ ആ കമ്പനിയിലെ ഒരു പ്രൊഫസർ ആർക്കോ വേണ്ടി വെളിയിൽ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. കുറെ നേരം വെയിറ്റ് ചെയ്യുന്നതും അവിടേക്ക് ഒരു ലേഡി വരുന്നു. ഇത് വേറെ ആരുമല്ല, നമ്മുടെ ഈ മൂവിയിലെ ഹീറോയിനെ നമുക്ക് എന്തായാലും ഹീറോയിനും തന്നെ വിളിക്കാം. അപ്പോൾ ഹീറോയിൻ അകത്തേ കയറി വന്നിട്ട്, ഇപ്പോൾ ഈ ഒരു പ്രൊഫസർ ഉണ്ടല്ലോ, ഇവർ രണ്ടുപേരും ഇതിനു മുന്നേ വിവാഹം കഴിച്ചിരുന്നു. പക്ഷെ ഇപ്പോൾ പിരിഞ്ഞാണ് കഴിയുന്നത്. അതിനെന്തൊക്കെയോ കാരണങ്ങളുണ്ട്. എന്നിട്ട് എന്താണ്, ഇവർ രണ്ടുപേരും ഇപ്പോൾ പതിയെ മീറ്റിംഗ് നടക്കുന്ന ഒരു ഹാളിലേക്ക് ചെല്ലുന്നു. ഇപ്പോൾ അവിടെ ചെല്ലുമ്പോഴത്തേക്കും ഈ ഒരു കമ്പനിയിലെ CEO താൻ ഫ്യൂച്ചറിൽ ചെയ്യാൻ പോകുന്ന ചില പ്രോജക്റ്റുകളുണ്ട്, അതിനെപ്പറ്റിയുള്ള കാര്യങ്ങളെല്ലാം സ്ക്രീനിൽ കാണിച്ചിട്ട് ഇപ്പോൾ എല്ലാവരോടും അതിനെപ്പറ്റി വിശദീകരിക്കുകയാണ്. അപ്പോൾ ഇവരുടെ കമ്പനി ഒരു ബയോടെക്നോളജിക്കൽ കമ്പനിയാണ്. ഇപ്പോൾ അവർ നിർമ്മിച്ച ഒരു പുതിയ ചിപ്പിൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു സെമി കണ്ടക്ടർ ഉണ്ട്. അപ്പോൾ ഈ ഒരു ചിപ്പ് ചെയ്യുന്ന ജോലി എന്താണെന്ന് വെച്ചാൽ മനുഷ്യർക്കിടയിലെ ഇൻഫർമേഷൻസ് മറ്റു കാര്യങ്ങളെല്ലാം വേഗത്തിൽ സെൻഡ് ചെയ്യുക, അതേപോലെ തന്നെ സ്വീകരിക്കുക, ഇതുപോലുള്ള കാര്യങ്ങളൊക്കെയാണ് ഇത് ചെയ്യുന്നത്. അങ്ങനെ ഈ കാര്യത്തെപ്പറ്റി ആ ഒരു CEO സംസാരിക്കുമ്പോഴത്തേക്കും ഈ ഹാളിൽ ഒരു സൈഡിലായിട്ട് ഒരു കണ്ണാടി ആ CEO തന്നെ നോക്കിയിരിക്കുന്നുണ്ട്. അവനെ കാണുമ്പോഴത്തേക്കും ഈ ഒരു CEOക്ക് എന്തോ അയാളുടെ മുഖമെല്ലാം മാറുന്നു. അതിന് കാരണം വേറെ ഒന്നല്ല, ഇവനെയാണ് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ കണ്ടത്. അങ്ങനെ കുറച്ചു നേരം അവനെ നോക്കി നിന്ന് ഇപ്പോൾ ഒരു മീറ്റിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയിനും ആ ഒരു പ്രൊഫസറും ഈ ഒരു CEO പോയി കണ്ട് സംസാരിക്കാനായിട്ട് വരുമ്പോഴത്തേക്കും അയാൾക്ക് പ്രധാനപ്പെട്ട എന്തോ ഒരു കോൾ വരുന്നു. വേറെ ഒന്നുമല്ല, ടെററിസം സ്ക്വാഡ് ഉണ്ടല്ലോ, അവരാണ് വിളിക്കുന്നത്. ഇതേപോലെ നിങ്ങളുടെ കമ്പനിയിൽ ഒരു കണ്ണാടി ഉണ്ട്, ഇവരുടെ പേരൊന്നും പറയുന്നില്ല, കണ്ണാടി CEO പ്രൊഫസർ ഹീറോയിൻ ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കേൾക്കാനായിട്ട് കുറച്ചുകൂടി എളുപ്പമായിരിക്കും. നിങ്ങൾ മുഖം മാത്രം ഒന്ന് നോക്കി വെച്ചാൽ അത് കൺഫ്യൂഷൻ ആവണ്ട. ഇപ്പൊ അവൻ എവിടെയാണെന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഇത് കേൾക്കുന്ന CEO ആണെങ്കിലും പെട്ടെന്ന് പേടിക്കും. അങ്ങനെ ഈ ഒരു CEO അവിടെ നിന്ന് മാറിയിട്ട് ആ ഒരു ഓഫീസറിനോട് ഒറ്റയ്ക്ക് സംസാരിക്കുമ്പോഴത്തേക്കാണ് ഓഫീസർ പറയുന്നത്, സാർ, ഞങ്ങൾ പറഞ്ഞ ആ ഒരു കണ്ണാടിക്കാരൻ നിങ്ങളുടെ ആ ഒരു കമ്പനിയിൽ ഒരു ബയോ ടെറർ അറ്റാക്ക് നടത്താൻ പോകുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം, ഞങ്ങൾ ഉടനെ തന്നെ അവിടേക്ക് വരികയാണെന്നല്ല പറയുമ്പോൾ ഇത് കേൾക്കുന്ന CEO കുറച്ചുകൂടി പേടിക്കും. ഇതേ സമയം നമ്മുടെ ഹീറോയിൻ ആണെങ്കിലോ ഈ ഒരു CEOയോട് സംസാരിക്കാൻ വേണ്ടി വരുന്നതും, CEOക്ക് ആണെങ്കിൽ ആരോടും സംസാരിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് അയാൾ അടുത്തുള്ള ആ ഒരു മുറിക്കകത്തേക്ക് കയറി പോകുന്നുണ്ട്. ഇതേ സമയം ആ ഒരു കണ്ണാടിക്കാരനാണെങ്കിലോ അവനും ഇപ്പോൾ പതിയെ വേറെ ആരും കാണാതെ ആ ഒരു CEOയോടൊപ്പം അയാളുടെ ആ ഒരു മുറിക്കകത്തേക്ക് കയറി പോവാണ്. ഇപ്പോൾ ആ ഒരു കണ്ണാടിക്കാരനകത്ത് നിൽക്കുന്നതുകൊണ്ട് നമ്മുടെ ഹീറോയിനും അകത്തേക്ക് പോകാൻ കഴിയാതെ അവള് തിരിച്ചു വരുന്നു. ഇതേ സമയം ആ ഒരു VIP റൂമിൽ കാണിക്കുമ്പോൾ നമ്മുടെ CEOയെ ആ ഒരു കണ്ണാടി വന്ന് കാണുന്നതും അവൻ പെട്ടെന്ന് ഷോക്കായി പോകും. ഇപ്പോഴാണ് നമ്മുടെ CEO ഈ ഒരു കണ്ണാടിയെ പേടിക്കാനുള്ള കാരണം എന്താണെന്ന് നമുക്ക് കാണിച്ചു തരുന്നത്. ഇവരിപ്പോൾ പുതുതായിട്ടൊരു ചിപ്പും അതിനകത്ത് എന്തോ ഒരു കണ്ടക്ടറോ അങ്ങനെ എന്തോ ഒരു കാര്യം കണ്ടുപിടിച്ചെന്ന് പറഞ്ഞല്ലോ. സത്യത്തിൽ അത് കണ്ടുപിടിച്ചതേ നമ്മുടെ ഈ ഒരു കണ്ണാടിയാണ്. പക്ഷെ ക്രെഡിറ്റ് എടുത്തതോ ഈ ഒരു CEO. അപ്പൊ തന്നെ ഇതുപോലെ ചതിച്ചതുകൊണ്ടാണ് അതിനുള്ള പ്രതികാരം ചെയ്യാൻ വേണ്ടി ഇത്രയും കാലം കാത്തിരുന്നിട്ട് ഇപ്പോൾ ആ ഒരു പ്രതികാരം ചെയ്യാൻ പോകുന്നത്. എന്നിട്ട് CEOയോടും അത് പറയുന്നുണ്ട്. എന്നിട്ട് ഇവൻ എന്താ ചെയ്യുന്നത്, പെട്ടെന്ന് ആ ഒരു CEO അവിടെ നിന്ന് തിരിഞ്ഞു പോകുന്നതും ഈ കണ്ണാടി തന്റെ ബാഗിൽ നിന്നും ഈ വൈറസ് കയറ്റി വെച്ചിരുന്ന ഒരു സിറിഞ്ഞുണ്ട്
അതങ്ങനെ എടുത്തിട്ട് ഈ ഒരു സിയോയുടെ കഴുത്തിലേക്ക് ഒരു ഒറ്റ കുത്ത്. അപ്പൊ ഈ ഒരു സിയോ ആണെങ്കിലോ പെട്ടെന്ന് ആ ഒരു കണ്ണാടിയായിട്ട് ഫൈറ്റ് ചെയ്ത് അവനെ തള്ളി അതിനകത്തുള്ള വാഷ്റൂമിൽ അടച്ചങ്ങ് വെക്കും. വെളിയിൽ വന്ന നമ്മുടെ സിയോക്ക് ഇപ്പൊ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഇപ്പൊ കുറച്ചു കഴിയുമ്പോൾ തന്നെ അയാളുടെ ശരീരത്തിൽ എന്തൊക്കെയോ മാറ്റം സംഭവിക്കുന്നു. ആദ്യം അവൻ അത് വലിയ കാര്യമാക്കുന്നില്ല. പക്ഷെ പിന്നീടാണെങ്കിലോ പെട്ടെന്ന് ഛർദ്ദിക്കാൻ തുടങ്ങുന്നു. അതേപോലെ തന്നെ അവന്റെ ശരീരം അവന്റെ കൺട്രോളിൽ നിന്നും മാറുകയാണ്. ഇപ്പൊ കുറച്ചു കഴിയുമ്പോൾ തന്നെ ആ ഒരു വൈറസ് പൂർണ്ണമായിട്ട് ശരീരം കൺട്രോൾ ചെയ്ത് അവൻ പതിയെ പതിയെ ഒരു സോംബിയായിട്ട് മാറുകയാണ്. ഇപ്പൊ അത് കഴിഞ്ഞിട്ട് എന്താണ്, ഈ സോംബികളായി കഴിഞ്ഞാൽ മറ്റുള്ള മനുഷ്യരെയും അതുപോലെ തന്നെ സോംബികളാക്കാനായിട്ട് ആ ഒരു വൈറസ് മനുഷ്യനെ കൺട്രോൾ ചെയ്ത് മറ്റുള്ള മനുഷ്യരിലേക്കും ആ ഒരു വൈറസിനെ കടന്നു പോകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അതുപോലെ ഇപ്പൊ ആ ഒരു സിഇഒ കണ്ണിൽ കാണുന്ന എല്ലാവരെയും കടിക്കാൻ തുടങ്ങുന്നു, അറ്റാക്ക് ചെയ്യാൻ തുടങ്ങുന്നു. അങ്ങനെ അവിടെ ഈ ഒരു ഫൈറ്റും കാര്യങ്ങളൊക്കെ നടക്കുമ്പോഴത്തേക്കും ഇവിടേക്ക് നമ്മുടെ കണ്ണാടി അറസ്റ്റ് ചെയ്യാനായിട്ട് വന്ന പോലീസുകാർ അവർ കുറച്ച് ലേറ്റായി പോയി. ഇവരെല്ലാവരും ഓടി മുകളിലേക്ക് വരുന്നതും ഇപ്പൊ അവിടെ ഭയങ്കരമായിട്ടുള്ള രീതിയിൽ ആ ഒരു സോംബികള് മനുഷ്യർ തന്നെയാണ് അത് പരസ്പരം കടിച്ച് അവർ സോംബികളായിട്ട് മാറി ഇപ്പൊ ബാക്കിയുള്ളവരെ ഭയങ്കരമായിട്ട് അറ്റാക്ക് ചെയ്യുന്നു. ഇപ്പൊ ഇത് കാണുന്ന പോലീസുകാരാണെങ്കിലോ ഇപ്പൊ ഇതിനകത്ത് എന്തായാലും ഇത് സംഭവിച്ചു, ഇത് വെളിയിലേക്ക് പോകാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഈ ബിൽഡിംഗ് മൊത്തത്തിൽ ലോക്ക് ചെയ്യാനായിട്ട് അവർ പറയുന്നുണ്ട്. ഇതേ സമയം ഇതൊന്നും അറിയാതെ നമ്മുടെ ഹീറോയിൻ ആ ഒരു പ്രൊഫസർ ഇവരെ രണ്ടുപേരും ഈ ബിൽഡിങ്ങിലുള്ള ഒരു ഹോട്ടലിൽ ഇരുന്ന് ഫുഡ് കഴിക്കുകയാണ്. ഇപ്പോഴാണ് നമ്മുടെ പ്രൊഫസറിന്റെ ആ ഒരു കാര്യം എന്താണെന്ന് കാണിക്കുന്നത്. സത്യത്തിൽ നമ്മുടെ ഹീറോയിനായിട്ട് പിരിഞ്ഞതിന് ശേഷം അവനെ പോലെ തന്നെ വേറൊരു ബയോടെക്നോളജി കമ്പനിയിൽ ജോലി ചെയ്യുന്ന പ്രൊഫസറായിട്ടുള്ള ഒരു ലേഡിയാണ് അവ കല്യാണം കഴിച്ചതും. അതിൽ അവനൊരു മകളുമുണ്ട്. കൂടാതെ മറ്റൊരു രാജ്യത്ത് അവന് നല്ലൊരു ജോലി, ഒരു പ്രൊഫസറായിട്ട് ജോലിയും കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് കുറച്ച് നാൾ കഴിഞ്ഞിട്ട് തന്റെ ഫാമിലിയെയും കൂട്ടി US പോകാനായിട്ടാണ് നമ്മുടെ പ്രൊഫസർ നിൽക്കുന്നത്. ഇപ്പോൾ പ്രൊഫസർ വിചാരിക്കുന്ന മറ്റൊരു നല്ല കാര്യം കൂടിയുണ്ട്. നമ്മുടെ ഹീറോയിനും ഒരു നല്ല ജോലി, അത് ഈ ഒരു കമ്പനിയിൽ നല്ലൊരു ജോലി ഒപ്പിച്ചു കൊടുത്തിട്ട് വേണം പ്രൊഫസറിന് ഇവിടെ നിന്ന് പോകാനായിട്ട്. അതുമല്ല നമ്മുടെ ഹീറോയിനായിട്ട് പിരിയാനുള്ള ആ ഒരു കാരണവും ഇപ്പോൾ പറയുന്നുണ്ട്. വേറെ ഒന്നല്ല, നമ്മുടെ ഹീറോയിൻ ഒരിക്കലും അവനെ അധികമായിട്ട് അങ്ങനെ സപ്പോർട്ട് ചെയ്തിട്ടില്ല. അവൻ പറയുന്ന കാര്യങ്ങളിൽ അവനെ റെസ്പെക്റ്റ് കൊടുത്തിട്ടില്ല. അവളോടൊപ്പം ജീവിക്കുന്ന ജീവിതം എന്ന് പറഞ്ഞാൽ ഒരു ടെൻഷനുള്ള ജീവിതമാണ്. പക്ഷെ ഇപ്പൊ പിരിഞ്ഞതിന് ശേഷം അവൻ വളരെ ഹാപ്പിയാണെന്നല്ല ഹീറോയിനോട് പറയുമ്പോൾ ഇത് കേൾക്കുന്ന അവൾക്ക് എങ്ങനെ ഉണ്ടാവും? ഇതിനെക്കാട്ടി നല്ലത് ജോലി കൊടുക്കാതിരിക്കുന്നതാണ്. അങ്ങനെ കുറച്ചു നേരം രണ്ടുപേരും ഒന്നും സംസാരിക്കാതെ ആഹാരമെല്ലാം കഴിച്ചിട്ട് അത് കഴിഞ്ഞ് നമ്മുടെ ഹീറോയിൻ ഇപ്പോൾ പാർക്കിങ്ങിന്റെ അടുത്തേക്ക് നടന്നു പോവാണ് അവളുടെ വണ്ടി എടുക്കാൻ വേണ്ടി. അങ്ങനെ താഴേക്ക് നടന്നു വരുമ്പോഴത്തേക്കാണ് വെളിയിൽ ആ സിറ്റിയിലെ പോലീസുകാരെല്ലാവരും വന്നിട്ട് ബാരിക്കേഡെല്ലാം വെച്ച് ഇപ്പൊ ഈ ഒരു ബിൽഡിങ്ങിൽ നിന്നും ഒരൊറ്റ സോംബി പോലും പുറത്തേക്ക് പോകാനായിട്ട് പാടില്ല. അതുകൊണ്ട് ഈ ഒരു ബിൽഡിംഗ് മുഴുവനായിട്ട് ഇവർ സീൽ ചെയ്യാൻ പോവാണ്. പക്ഷെ ആ ഒരു ബിൽഡിങ്ങിനകത്താണെങ്കിലോ അവസ്ഥ വളരെ മോശമായിട്ട് പോവാണ്. കാരണം ഈ സോംബികള് നിമിഷത്തിന് നിമിഷം ഓരോ മനുഷ്യരിലേക്കും മാറി മാറി പോയിക്കൊണ്ടേയിരിക്കുന്നു. ദേ നോക്കൂ, ഒരു ചെറിയ കുട്ടിയൊക്കെ ഉണ്ട്. എന്തായാലും ആരും രക്ഷപ്പെടാൻ പോകുന്നില്ല. ഇനിയിപ്പോൾ ഇവിടെ നമ്മൾ വിഷമിച്ചിട്ട് ഒരു കാര്യമില്ല. അങ്ങനെ നമ്മുടെ ഹീറോയിനും പ്രൊഫസറും ഇവര് രണ്ടുപേരും താഴേക്ക് നടന്നു പോകുമ്പോഴത്തേക്കാണ് പെട്ടെന്ന് ആ ഒരു സ്ഥലത്തേക്ക് സോംബികൾ വന്നിട്ട് ബാക്കിയുള്ള മനുഷ്യരെ അറ്റാക്ക് ചെയ്യുന്നു. നിമിഷം നേരം കൊണ്ട് അവിടുത്തെ സ്ഥിതി മാറുന്നുണ്ട്. എല്ലാവരും സോംബികളായിട്ട് മാറി. അങ്ങനെ ഇത് കണ്ട് ബാക്കിയുള്ളവരെല്ലാവരും ഓടുമ്പോഴത്തേക്കും ഓടി ഓടി വരുന്ന വഴിക്ക് വീൽ ചെയറിൽ പോകുന്നൊരു പെണ്ണുണ്ട്. അവളെ ഒരു ഒറ്റയടി, അവൾക്കാണെങ്കിൽ നടക്കാൻ കഴിയത്തില്ല. അവളിപ്പോ താഴെ വന്ന് വീഴുന്നതും ഇത് വേറെ ആരുമില്ലെങ്കിൽ ഒരു ബിൽഡിങ്ങിന്റെ സെക്യൂരിറ്റി ഉണ്ട്, അവന്റെ സഹോദരിയാണ്. അപ്പൊ ഇത് കണ്ട നമ്മുടെ ഹീറോയിൻ ആണെങ്കിലോ പെട്ടെന്ന് തിരിച്ചു വന്നിട്ട് ആ വീൽ ചെയറിൽ വരുന്ന പെണ്ണുണ്ടല്ലോ അവളെ എന്തായാലും നമുക്ക് സിയാന്ന് വിളിക്കാം. ഇപ്പോ സിയേനെ നമ്മുടെ ഹീറോയിൻ ഓടി വന്ന് പിടിച്ചിട്ട് സിയേനെയും കൊണ്ട് അങ്ങനെ ഓടി പോകുന്നതും പെട്ടെന്നൊരു സോംബി നമ്മുടെ ഹീറോയിൻ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി പുറകെ വരുന്നുണ്ട്. പക്ഷെ എന്തോ ഭാഗ്യത്തിന് ഹീറോയിൻ അവിടെ നിന്ന് ഒഴിഞ്ഞു മാറുന്നതും സിയയുടെ സഹോദരനുണ്ടല്ലോ ആ ഒരു സെക്യൂരിറ്റി, അവൻ ഓടി വന്നിട്ട് ഈ ഒരു സോംബിയെ പിടിച്ചിട്ട് ഒറ്റയേറ് അടുത്തുള്ള ഒരു LED സ്ക്രീൻ ഉണ്ട്, അതിന് മുന്നിലേക്ക് വന്ന് വീഴുന്ന ആ ഒരു സോംബി. ഇപ്പൊ ആ ഒരു LED സ്ക്രീനിൽ ഒരുപാട് പേരുടെ ചിത്രങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് അതില് അവര് മനുഷ്യരാണെന്ന് പറഞ്ഞിട്ട് അതിനെ അറ്റാക്ക് ചെയ്യാനായിട്ട് പോകുന്നു. അപ്പൊ ഈ ഒരു ഗ്യാപ്പിൽ ഇവർ 4 പേരും അവിടെ നിന്ന് രക്ഷപ്പെട്ട് മറ്റൊരു വഴിയെ വരുമ്പോഴത്തേക്കാണ് ഇവരുടെ എതിർവശത്തും ഒരു കൂട്ടം സോംബികള് അങ്ങനെ പാഞ്ഞു വരുന്നതും. ഇപ്പൊ ഏത് വഴിയെ പോയാലും സോംബികളാണ്. ഇതുകൂടിയാവുന്നതും ഇപ്പൊ അടുത്തായിട്ട് വലിയൊരു തുണിക്കടയുണ്ട്, അതിനകത്തേക്ക് ഇവരെല്ലാവരും ഓടിക്കയറും. അപ്പൊ അതിനകത്ത് രക്ഷപ്പെട്ട് നിൽക്കുന്ന കുറച്ചുപേരും ഉണ്ട്. അവരോടൊപ്പം അതിനകത്തേക്ക് കയറിയിട്ട് അതിന്റെ ഡോർ അങ്ങടയ്ക്കുന്നതും ഇതിപ്പോ കണ്ണാടി ഗ്ലാസ് ആണല്ലോ, അതുകൊണ്ട് ഈ സോംബികൾ അകത്തുള്ള മനുഷ്യരെല്ലാവരെയും കണ്ടിട്ട് ഓടി അതിന്റെ വെളിയിലേക്ക് വന്ന് ഇപ്പൊ ആ ഒരു കണ്ണാടി ഉണ്ടല്ലോ അത് ഇടിച്ച് പൊട്ടിക്കാൻ ശ്രമിക്കുന്നു. ഇപ്പൊ കുറെ നേരം നിർത്താതെ അങ്ങനെ ഇരിക്കുന്നതും പെട്ടെന്ന് ഈ കടയ്ക്കകത്തുള്ള ആരോ ഒരാള് അതിനകത്തുള്ള ലൈറ്റ് എല്ലാം ഓഫ് ചെയ്യുന്നുണ്ട്. അവിടെ വെച്ചിട്ടാണ് ഇവർക്ക് മറ്റൊരു കാര്യം മനസ്സിലാവുന്നത്. എന്താന്ന് വെച്ചാല് ഈ ലൈറ്റ് ഓഫ് ചെയ്യുന്നതും ഈ ഒരു സോംബികൾക്ക് ഇരുട്ടത്ത് മനുഷ്യരെന്ന് കാണാൻ കഴിയത്തില്ല. അതിനുള്ള കഴിവ് എന്തായാലും ആ ഒരു വൈറസിനില്ല. അതുകൊണ്ട് ഈ ഒരു ഷോപ്പിനെ അറ്റാക്ക് ചെയ്യാതെ ഇവരെല്ലാവരും വേറൊരു വഴിയെ പോകുന്നു. അതുമല്ല ഈ സോംബികൾ നേരെ പോകുന്ന കാട്ടെന്ന് വെച്ചാൽ എതിർവശത്ത് ഒരു റെസ്റ്റോറന്റ് ഉണ്ട്, അതിനടുത്തേക്കാണ് ഓടി പോകുന്നത്. ഇപ്പൊ അതിനകത്ത് ഒരുപാട് പേര് രക്ഷപ്പെട്ട് നിൽപ്പുണ്ട്. പക്ഷെ ആ ഒരു റെസ്റ്റോറന്റ് കണ്ണാടികളൊക്കെ ആണെങ്കിൽ നല്ല സ്ട്രോങ് ആയതുകൊണ്ട് അത് പെട്ടെന്ന് തകർക്കാനായിട്ട് കഴിയത്തില്ല. അങ്ങനെ കുറെ നേരം അവിടെ നിന്ന സോംബികളെല്ലാവരും പെട്ടെന്ന് എന്ത് സംഭവിച്ചെന്നറിയത്തില്ല, ഇവരെല്ലാവരും മുട്ടുകാലിലിരുന്നിട്ട് അങ്ങനെ മുകളിലേക്ക് തന്നെ തലവെച്ച് പ്രത്യേകതരം ശബ്ദമെല്ലാം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോഴാണ് മനസ്സിലാവുന്നത് സത്യത്തിൽ ഈ ഒരു സോംബികളെ ആരോ ഒരാൾ കൺട്രോൾ ചെയ്യുന്നത് പോലെ അതിന് കമാൻഡ് കൊടുക്കുന്നതും. പെട്ടെന്ന് ഇതെല്ലാം കൂടി ഒരുമിച്ച് വന്നിട്ട് ആ ഒരു ഗ്ലാസ്സിലേക്ക് ഇടിക്കുന്നു. ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞതുപോലെ ഈ ഒരു വൈറസ്
ഇവോൾവ് ആവുന്നതും അല്ലാതെ ഇപ്പൊ മനുഷ്യരോടൊപ്പം ചേർന്ന് ജോലി ചെയ്യാൻ തുടങ്ങിയല്ലേ. കൊള്ളാടാ വൈറസേ കൊള്ളാം. ഇത് ഭയങ്കര ചീറ്റിംഗ് ആയിപ്പോയി. ഇപ്പൊ ഈ ഒരു റെസ്റ്റോറന്റിനകത്തുള്ള ആളുകളെല്ലാം രക്ഷിക്കണമല്ലോ. അതുകൊണ്ട് അവളുടെ ഫോണിൽ ഇതുപോലെ റെസ്റ്റോറന്റിലെ ലൈറ്റ് എല്ലാം ഓഫ് ചെയ്യാനായിട്ട് അവർക്ക് ആ ഒരു ഫോണിൽ എഴുതി കാണിച്ചു കൊടുക്കുന്നതും ഇത് കണ്ട് അവരാണെങ്കിൽ ആ ഒരു റെസ്റ്റോറന്റിലെ ലൈറ്റ് എല്ലാം ഓഫ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ അവിടുത്തെ ലൈറ്റ് ഓഫ് ആയതുകൊണ്ട് ഈ ഒരു സോംബികളെല്ലാം ഇപ്പോ ഡയറക്ഷൻ എവിടേക്ക് പോകണമെന്നറിയാതെ അതിന് മുന്നിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. ഇപ്പൊ എന്ത് ചെയ്യണമെന്നറിയത്തില്ല. പെട്ടെന്നാണ് ഈ റെസ്റ്റോറന്റിനകത്തുള്ള ഒരു സ്ക്രീൻ, LED സ്ക്രീൻ അത് ഓണായിട്ട് അതിനകത്ത് ഇതേ ഇളിച്ചോണ്ടിരിക്കുന്ന ഇവന്റെ മുഖം കാണുന്നതും അടിപൊളി. അതിനകത്ത് നിന്ന് ശബ്ദം കൂടി കേൾക്കുന്നു. സോംബികൾക്ക് അത് മതിയല്ലോ. പെട്ടെന്ന് ആ ഒരു LED സ്ക്രീൻ അത് അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ഇതിന് വെളിയിൽ വന്നിട്ട് ഭയങ്കരമായിട്ട് അകത്തേക്ക് കയറാൻ ശ്രമിക്കുകയാണ്. ഇപ്പൊ കുറെ നേരം അങ്ങനെ തന്നെ പോയി കഴിഞ്ഞാൽ ആ ഒരു റെസ്റ്റോറന്റ് കണ്ണാടി തകർത്തിട്ട് സോംബികളെല്ലാവരും ഉള്ളിലേക്ക് പോകും. അത് തടയാൻ വേണ്ടി നമ്മുടെ ഹീറോയിൻ ഒരു കാര്യം ചെയ്യുന്നുണ്ട്. വേറൊന്നുമല്ല, ഇതിനകത്തുള്ള ആ ഒരു വീൽ ചെയറിലെ ഇതിനകത്തുള്ള ആ ഒരു സഹോദരി ഉണ്ടല്ലോ സിയ, അവളുടെ ആ ഒരു വീൽ ചെയറിൽ ആ തുണിക്കടയിലുള്ള കുറച്ച് പോസ്റ്ററുകളുണ്ട്. അതെടുത്തിട്ട് ആ വീൽ ചെയറിന് ചുറ്റും അങ്ങനെ കെട്ടിവെച്ച് ഇപ്പൊ അത് തള്ളിയിട്ട് മറ്റൊരു വശത്തേക്ക് വിട്ടു കൊടുക്കും. എന്നിട്ട് വിസിലും കൂടി അടിക്കുന്നതും ഈ സോംബികളെ തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്കും ഡാടാ മനുഷ്യർ പോകണമെന്നും പറഞ്ഞിട്ട് അങ്ങനെയൊന്നും പറയത്തില്ല. പക്ഷെ ആ ഒരു സോംബികൾ മനുഷ്യരാണെന്നും പറഞ്ഞിട്ട് ആ ഒരു വീൽ ചെയറിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പൊ ഈ ഒരു ഗ്യാപ്പിൽ റെസ്റ്റോറന്റിനകത്തുള്ള എല്ലാവരും പെട്ടെന്ന് തന്നെ ഈ ഒരു തുണിക്കട ഉണ്ടല്ലോ അതിനകത്തേക്ക് ഓടി വരികയാണ്. അങ്ങനെ എല്ലാവരും ഓടി വന്നിട്ട് ഒരു പെണ്ണിന് മാത്രം വരാനായിട്ട് ഭയങ്കര പേടി. അവള് പേടിച്ചിട്ട് അവിടെ തന്നെ നിൽക്കുന്നു. അപ്പൊ ഇത് കണ്ട് നമ്മുടെ പ്രൊഫസർ ആണെങ്കിലോ അവളെ രക്ഷിക്കാൻ വേണ്ടി ഓടി വന്നിട്ട് ആ പെണ്ണിനെയും പിടിച്ച് ഇപ്പോൾ അകത്തേക്ക് പോകാനായിട്ട് ശ്രമിക്കുമ്പോൾ വേറൊരു സോംബി ഓടി വന്ന് ഇവരെ രണ്ടുപേരെ അറ്റാക്ക് ചെയ്ത് താഴെക്കിടും. ഇപ്പൊ ആ ഒരു പെണ്ണിനെ രക്ഷിക്കാൻ വേണ്ടി നമ്മുടെ പ്രൊഫസർ പെട്ടെന്ന് ഈ സോംബിയെ അങ്ങനെ ശബ്ദം ഉണ്ടെങ്കിൽ കൈ കാണിച്ചിട്ട് വേറൊരു ഷോപ്പിനകത്തേക്ക് ഓടിപ്പോവാണ്. അതുപോലെ അതിനകത്ത് ഒരുപാട് മനുഷ്യരുടെ ഫോട്ടോസ് ഉണ്ട്. അതിനിടയിലേക്ക് നമ്മുടെ പ്രൊഫസർ കയറി പോകുന്നതും ഈ ഒരു സോംബിക്ക് ഏതാണ് മനുഷ്യരെന്നറിയാതെ അതാകെ കൺഫ്യൂസ്ഡ് ആയിട്ട് അതിനകത്തുള്ള എല്ലാത്തിനെയും അറ്റാക്ക് ചെയ്യുന്നു. ഇതേ സമയം ആ ഒരു വീൽ ചെയർ ഉണ്ടായിരുന്ന ഫോട്ടോസ് ഒക്കെ ഉണ്ടല്ലോ അതിനെല്ലാം ഈ ഒരു സോംബികൾ അറ്റാക്ക് ചെയ്ത് കടിക്കാൻ ശ്രമിക്കുന്നു. കുറെ നേരം അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കാണ് അതിലൊരു സോംബിക്ക് മാത്രം എന്തോ ഈ മനുഷ്യർ ഇവരെ പറ്റിക്കുന്നുള്ള രീതിയിൽ അവർക്ക് മനസ്സിലാവുന്നുണ്ട്. ഷടാ വൈറസിന് ഇത്രയും ബുദ്ധിയോ. എന്നിട്ട് എന്താണ് പെട്ടെന്ന് ആ ഒരു മുട്ടുകാലിന് മുകളിലേക്ക് നോക്കി നേരത്തെ ഇരുന്നത് പോലെ ഇരിക്കുന്നതും ബാക്കിയുള്ള സോംബികളും അതുപോലെ തന്നെ ഇരിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ പ്രൊഫസറിനെ അറ്റാക്ക് ചെയ്യാൻ ആ ഒരു ഷോപ്പിലേക്ക് കയറിയ സോംബിയും അതുപോലെ തന്നെ മുട്ടുകാലിന് മുകളിലേക്ക് നോക്കി ഇരിക്കുന്നതും ഇതെല്ലാം കണ്ട നമ്മുടെ ഹീറോയിൻ ആണെങ്കിലും ഒരു സംശയം. ഇപ്പോഴാണ് മനസ്സിലാവുന്നത് വേറൊന്നുമല്ല, നമ്മുടെ ആ ഒരു CEO പുതിയൊരു ചിപ്പ് കണ്ടുപിടിച്ചെന്ന് പറഞ്ഞല്ലോ. മനുഷ്യരൊന്നും മിണ്ടാതെ തന്നെ അവരുടെ ഉള്ളിലുള്ള ആ ഒരു മെസ്സേജും കാര്യങ്ങളെല്ലാം മറ്റുള്ള മനുഷ്യരിലേക്കും അത് മെസ്സേജ് പോലെ പാസ് ചെയ്യുന്നുള്ള കാര്യം. അതും ആ ഒരു ചിപ്പ് അതൊരു സെമി കണ്ടക്ടർ പോലെയാണ്. ഇപ്പൊ അതുപോലെയാണ് ഈ ഒരു സോംബികളും പ്രവർത്തിക്കുന്നത്. ഇവർ പരസ്പരം ഒന്നും മിണ്ടാതെ അവരുടെ ഉള്ളിലെ ആ ഒരു മെസ്സേജ് അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്താണ് ഇവർ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് ഒരു സോംബിക്ക് കാര്യം മനസ്സിലായി കഴിഞ്ഞാൽ ബാക്കി എല്ലാവർക്കും ഇതുപോലെ തന്നെ ആ ഒരു കാര്യം ഒരു പാസ് ചെയ്ത് വിടുന്നത്. അതുമല്ല കുറച്ച് കഴിയുമ്പോൾ തന്നെ എല്ലാ സോംബികളും ആ ഒരു വീൽ ചെയറിലുണ്ടായിരുന്നത് യഥാർത്ഥ മനുഷ്യരല്ല, അത് വെറും പോസ്റ്ററുകളാണെന്നുള്ള കാര്യം മനസ്സിലാക്കും. അപ്പൊ ആ ഒരു ഷോപ്പിലിരിക്കുന്ന സോംബിയാണെങ്കിലോ നമ്മുടെ പ്രൊഫസറിനെ കണ്ടിട്ട് പ്രൊഫസറിനെ അറ്റാക്ക് ചെയ്യാനായിട്ട് ഓടി വരുന്നതും പ്രൊഫസറിനാണെങ്കിൽ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ആ ഒരു സോംബിനെ തള്ളിക്കളഞ്ഞ് അവിടെ നിന്ന് വെളിയിലേക്ക് ഓടുകയാണ്. അപ്പൊ ഇതെല്ലാം ആ ഒരു ഷോപ്പിൽ നിന്ന് നമ്മുടെ ഹീറോയിനും കാണുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ പ്രൊഫസർ വരാൻ വേണ്ടിയിട്ട് ഹീറോയിൻ ആ ഒരു ഡോർ ഇപ്പോഴും തുറന്നു വെച്ചേക്കാണ്. പക്ഷെ പ്രൊഫസർ ഓടി അടുത്തേക്ക് വരുന്നതിന് മുന്നേ തന്നെ മറ്റു ചില സോംബികൾ വന്നിട്ട് പ്രൊഫസറിനെ അറ്റാക്ക് ചെയ്ത് അയാളെ അവിടെ വെച്ച് കൊല്ലുകയും ചെയ്യുന്നു. അപ്പൊ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ആ ഒരു പ്രൊഫസറും ഒരു സോംബിയായിട്ട് മാറുന്നതും നമ്മുടെ ഹീറോയിൻ എന്തായാലും ഇത് കണ്ടിട്ട് സഹിക്കാൻ കഴിയത്തില്ല. അവൾ കുറെ നേരം അങ്ങനെ തന്നെ ഇരുന്ന് വിഷമിച്ചിട്ട് ഇപ്പൊ അത് കഴിഞ്ഞ ആ ഒരു ഷോപ്പിനകത്തുള്ള എല്ലാവരും ഈ സോംബികൾ വരെ കാണാതിരിക്കാൻ വേണ്ടി ആ ഒരു ഗ്ലാസ് ഉണ്ടല്ലോ അത് തുണികളെല്ലാം വെച്ചിട്ട് നല്ലതുപോലെ മറയ്ക്കുന്നുണ്ട്. ഇപ്പൊ ഇതേ സമയം ഇവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും വെളിയിലുള്ള എല്ലാവരും അറിഞ്ഞിട്ട് ന്യൂസ്, ജനങ്ങൾ എല്ലാവരും ആ ഒരു ബിൽഡിങ്ങിന് ചുറ്റും വന്ന് നിൽക്കാണ്. പോലീസുകാരെല്ലാവരും ഈ ഒരു ബിൽഡിംഗ് അടച്ചിട്ടേക്കുന്നത് കൊണ്ട് സോംബികൾക്കാർക്കും പുറത്തേക്ക് പോകാനായിട്ട് കഴിയുന്നില്ല. എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോഴത്തേക്ക് എല്ലാം കൂടി ഓടി അവിടെ പോയി കണ്ടുകൊണ്ട് നിൽക്കും. ഇതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ ഏതെങ്കിലും ഒരു സോംബി അത് തുറന്നല്ലെങ്കിൽ അത് പൊട്ടിച്ച് വെളിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നിൽക്കുന്നവരുടെ അവസ്ഥ എന്തായിരിക്കും? ഇപ്പൊ സോംബികളും താഴേക്ക് പോകാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ആ ഒരു വലിയ ഗ്ലാസും അതേപോലെ തന്നെ പോലീസുകാർ കൊണ്ടുവച്ചിരിക്കുന്ന ആ ഒരു ബാരിക്കേഡ് ഇതിന്റെ ഒരു ബലത്തിലാണ് ഇവർ വെളിയിലേക്ക് പോകാതെ നിൽക്കുന്നത്. ഇപ്പൊ ഈ ഒരു കാര്യം പ്രൊഫസറിന്റെ ഭാര്യയും മകളും അവരും അറിഞ്ഞിട്ട് നമ്മുടെ പ്രൊഫസറിനെ വിളിക്കാൻ വേണ്ടി ഒരുപാട് തവണ വീഡിയോ കോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പ്രൊഫസറിന്റെ ഫോണാണെങ്കിലും നമ്മുടെ ഹീറോയിൻ്റെ ഇരിക്കുന്നു. അവൾക്കാണെങ്കിൽ എടുക്കാനായിട്ട് പേടി. അവസാനം കുറേ തവണ ഇങ്ങനെ കോൾ വരുമ്പോഴത്തേക്കും പേടിച്ച് അവസാനം ഫോൺ എടുത്ത് ആദ്യം തന്നെ പ്രൊഫസറിന്റെ മകളാണ് എൻ്റെ അച്ഛനെവിടെ, അച്ഛൻ്റെ കയ്യിൽ ഫോൺ കൊടുക്കാൻ പറയുമ്പോഴത്തേക്കും ഹീറോയിൻ എന്ത് പറയണമെന്ന് അറിയത്തില്ല. അപ്പോഴേക്കും പ്രൊഫസറിന്റെ ഭാര്യ വന്നിട്ട് അല്ല എൻ്റെ ഭർത്താവ് എവിടെ, അദ്ദേഹത്തിന് കുഴപ്പമല്ല ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഹീറോയിൻ കുറച്ചു നേരം എന്ത് പറയണമെന്നറിയാതിരുന്നിട്ട് അവസാനം നമ്മുടെ പ്രൊഫസർ മരിച്ചെന്നുള്ള കാര്യം ആ ഒരു ഭാര്യയോട് പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോഴത്തേക്കും ആ ഒരു ഭാര്യയ്ക്ക് എങ്ങനെയുണ്ടാവും? കാരണം ഇവർ ഫാമിലി ആയിട്ട് അമേരിക്കയിലേക്ക് പോകാനായിട്ട് തയ്യാറെടുത്ത് നിന്നാണ്. അതുകൊണ്ട് ഇപ്പോൾ നമ്മുടെ ഹീറോയിനും എന്ത് മറുപടി പറയണമെന്ന് പോലും അറിയത്തില്ല. അതുകൊണ്ട് ഹീറോയിൻ ഫോൺ അങ്ങ് കട്ട് ചെയ്യും. ഇപ്പൊ ഈ ഒരു ഷോപ്പിനകത്ത് കാണിക്കുമ്പോഴത്തേക്ക് നമ്മുടെ സെക്യൂരിറ്റി സിയ എന്ന് പറഞ്ഞ ഒരു പെണ്ണ് സെക്യൂരിറ്റി സഹോദരി ഉണ്ടല്ലോ, പിന്നെ കുറച്ച് രക്ഷപ്പെട്ട ആളുകൾ ഇവരെല്ലാവരുമാണ്. അതുപോലെ നമ്മുടെ സെക്യൂരിറ്റി ആണെങ്കിൽ തന്റെ സഹോദരിയെ കൊണ്ടുപോകാൻ വേണ്ടി
ഒരു ബാഗ് റെഡിയാക്കിയിട്ട് പുറകിൽ വെച്ച് കെട്ടുന്നുണ്ട്. കാരണം സഹോദരി അതിലിരുത്തി കൊണ്ടുപോകാൻ വേണ്ടി. ഇതേ സമയം ഈ ഒരു ബിൽഡിങ്ങിനകത്ത് ആ ഒരു പോലീസുകാരനും അവന് വേറെ കുഴപ്പമൊന്നുമില്ലായിരുന്നു. അവനും രക്ഷപ്പെട്ട് ഇപ്പോൾ ഒരു ഷോപ്പിനകത്ത് നിന്നിട്ട് വെളിയിലുള്ള പോലീസുകാരോട് അല്ല വെളിയിലത്തെ അവസ്ഥ എന്താണെന്ന് ചോദിക്കുമ്പോൾ അവർ പറയും ഈ ബിൽഡിങ്ങിലെ അവസ്ഥ ഇപ്പോൾ എന്താണെന്ന് വെളിയിലുള്ളവർക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല. അതുകൊണ്ട് ഇതിനുള്ളിലെ അവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കിയതിനു ശേഷം മാത്രമേ ഈ സേഫായിട്ട് നിൽക്കുന്നവരെല്ലാവരെയും രക്ഷിക്കാനായിട്ടുള്ള ആ ഒരു കാര്യങ്ങൾ അവർ ചെയ്ത് തുടങ്ങത്തുള്ളൂ എന്നുള്ള കാര്യം പറയുന്നതും ഈ ഒരു കാര്യം വന്നിട്ട് നമ്മുടെ പോലീസുകാരും ബാക്കി എല്ലാവരോടും പറയുമ്പോൾ ഇവർക്കെല്ലാവർക്കും ആ ഒരു വിശ്വാസം നഷ്ടപ്പെട്ടു. കാരണം രക്ഷിക്കാനുള്ള പോലീസുകാർ തന്നെ ഇനി കുറെ കഴിഞ്ഞിട്ടേ വരത്തുള്ളൂ എന്ന് പറയുമ്പോഴത്തേക്കും ഇവരുടെ ജീവൻ രക്ഷിക്കേണ്ട ചുമതല ഇവർക്ക് തന്നെയാണ്. അതുപോലെ നമ്മുടെ പോലീസുകാരൻ പറയുന്നുണ്ട് ഈ ഒരു വൈറസ് അറ്റാക്ക് നടക്കാൻ കാരണം ആരാണെന്നറിയോ? ഈ ബയോടെക് കമ്പനിയിലെ ഒരു കണ്ണാടിക്കാരനുണ്ട്, അവനാണ് ഇതിന് കാരണമെന്ന് പറയുന്നതും. മറ്റൊരു കാര്യം കൂടിയുണ്ട്, ഈ ഒരു വൈറസിനെ ഇല്ലാതാക്കാനുള്ള ആ ഒരു മരുന്ന് അവന്റെ കയ്യിൽ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ അവനെ കണ്ടുപിടിക്കണമെന്ന് പറയുന്നതും. വേറെ ഒന്നല്ല, അവന്റെ ശരീരത്തിലാണ് ഈ ഒരു വൈറസിനെ ഇല്ലാതാക്കാനുള്ള ആന്റി ഡോട്ടായിട്ടുള്ള ആ ഒരു മരുന്ന് കുത്തിവെച്ചിട്ടുള്ളത്. ഇപ്പൊ അവന്റെ കാര്യം വെളിയിലുള്ള അതോറിറ്റികളെ അറിയിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഈ ഒരു വൈറസ് ഏതാണെന്നും അതിനുള്ള മരുന്ന് ഏതാണെന്നും കണ്ടുപിടിക്കാനായിട്ട് പെട്ടെന്ന് കഴിയും. അപ്പൊ ഇത്രയൊക്കെ കാര്യങ്ങൾ പറഞ്ഞല്ലോ. ഇവിടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ആ ഒരു കണ്ണാടി ഇപ്പോ ഈ ബിൽഡിങ്ങിൽ ഏത് മുറിയിലാണെന്നുള്ള കാര്യം ആർക്കും അറിയത്തില്ല. അപ്പൊ ഇതെല്ലാം കേൾക്കുന്ന ഹീറോയിൻ പെട്ടെന്ന് അവൾ കണ്ടിരുന്നല്ലോ ഇതുപോലെ ആ ഒരു സിയോടൊപ്പം മുറിയിലേക്ക് കയറി പോകുന്ന കാര്യം. അതുകൊണ്ട് ഹീറോയിൻ പറയും ആ ഒരു കണ്ണാടി എവിടെയാണെന്ന് എനിക്കറിയാം. എന്റെ ഊഹം ശരിയാണെങ്കിൽ അവൻ ഇപ്പോഴും VIP റൂമിൽ തന്നെ ഉണ്ടാവും. അത് 3ാമത്തെ ഫ്ലോറിലാണ് അതുള്ളതെന്ന് പറയുന്നതും ഇവരെല്ലാവരും ഇപ്പോൾ തീരുമാനം എടുക്കുകയാണ് ആ ഒരു കണ്ണാടിയെ കണ്ടുപിടിക്കാനായിട്ട് എല്ലാവരും 3ാമത്തെ ഫ്ലോറിലേക്ക് പോകണം. പക്ഷെ അത് പറയാൻ എളുപ്പമാണെങ്കിലും അത് ചെയ്യുന്നത് കുറച്ച് പാടാണ്. കാരണം എല്ലാ ഫ്ലോറിലും പല സോംബികളുണ്ടല്ലോ. അവരിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട് വേണം 3ാമത്തെ ആ ഒരു ഫ്ലോറിലേക്ക് തന്നെ പോകാനായിട്ട്. ഇതിനെന്തെങ്കിലും ഒരു പ്ലാൻ ചെയ്താൽ മാത്രമേ നമുക്ക് അവിടേക്ക് പോകാൻ കഴിയത്തുള്ളൂ എന്ന് പറയുന്നത് നമ്മുടെ ഹീറോയും പറയും. ശരി, എന്റെ കയ്യിലൊരു പ്ലാൻ ഉണ്ട്. ഈ സോംബികൾ സാധാരണ പോലെയല്ല, അവരുടെ ഓരോരുത്തരുടെ ഇൻഫർമേഷൻ പരസ്പരം ഷെയർ ചെയ്തിട്ടാണ് അത് കാര്യങ്ങൾ ചെയ്യുന്നത്. അതുമല്ല ആ ഒരു വൈറസ് ആണെങ്കിൽ പെട്ടെന്ന് ഇവോൾവ് ആയിട്ട് മാറുന്നുണ്ട്. കാരണം ആദ്യം മനുഷ്യന്റെ ശരീരത്തിലേക്ക് ആ ഒരു വൈറസ് കയറുമ്പോഴത്തേക്കും അത് 4 കാലിലാണ് പോയിക്കൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പോഴാണെങ്കിലും ഒരു മനുഷ്യനെ പോലെ തന്നെ എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങി. ഇപ്പോൾ ഹീറോയും പറയുന്നത് വെച്ച് നോക്കുമ്പോഴത്തേക്കും ഇനിയിപ്പോൾ ആ ഒരു വൈറസിന് റേഷൻ കാർഡും ആധാർ കാർഡൊക്കെ എടുത്തു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ അങ്ങ് ജീവിച്ചോളും. ആ ഒരു അവസ്ഥയാണ്. മനുഷ്യനെ പോലെ നടക്കാൻ തുടങ്ങിയെങ്കിൽ, ബുദ്ധിപൂർവ്വം ചിന്തിക്കാൻ തുടങ്ങിയെങ്കിൽ ഇനി അതും കൂടി എടുത്തങ്ങ് കൊടുത്താൽ മതിയല്ലോ. വൈറസും കുടുംബവും ഈ ഭൂമിയിൽ നല്ല സന്തോഷമായിട്ട് ജീവിച്ചോളും. അപ്പൊ ഇങ്ങനെയൊരു വൈറസ് ഇതുപോലെല്ലാം കാണിക്കണമെന്നുണ്ടെങ്കിൽ അതിന് ഒരേ ഒരു കാരണം നമ്മുടെ ആ ഒരു CEO സ്റ്റാർട്ടിങ്ങിലെ അവർ കണ്ടുപിടിച്ച ആ ഒരു പുതിയ ടെക്നോളജിയെ പറ്റി പറഞ്ഞിരുന്നല്ലോ. ഇപ്പൊ അതാണ് ആ ഒരു സോംബിക്കുള്ളിലും വർക്കാവുന്നത്. ഒരു സോംബി എന്തൊരു കാര്യം മനസ്സിലാക്കിയാലും മറ്റു സോംബികളും അതേ കാര്യം തന്നെ ആ ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്തിട്ട് മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ ഒരു സോംബികളാണെങ്കിലോ നിമിഷത്തിന് നിമിഷം ബുദ്ധിപൂർവ്വമാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പൊ ഇതുപോലെ ഇൻഫർമേഷൻസ് അത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ അവരെ മാനിപ്പുലേറ്റ് ചെയ്യണം. വേറൊന്നുമല്ല, നമ്മൾ തെറ്റായിട്ടുള്ള ഇൻഫർമേഷൻ അവർക്ക് കൊടുക്കണം. അപ്പൊ ഇത് കേൾക്കുന്ന എല്ലാവർക്കും ഒന്നും മനസ്സിലാവുന്നില്ല. അപ്പോഴാണ് ഹീറോയിൻ പറയുന്നത് ഒരു സോംബിക്ക് മനുഷ്യനെന്ന് പറഞ്ഞാൽ ഇതേ രൂപമാണെന്നാണ് അവർ മനസ്സിലാക്കിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ മനുഷ്യനെന്ന് പറഞ്ഞാൽ ഇങ്ങനെയല്ല, അത് വേറൊന്നാണ് എന്ന് നമ്മൾ ആ ഒരു സോംബികളെ വിശ്വസിപ്പിക്കണം. അങ്ങനെയാണെങ്കിൽ ആ ഒരു സോംബികൾ തന്നെ ആ ഒരു ഇൻഫർമേഷൻ മറ്റു സോംബികളിലേക്ക് പാസ് ചെയ്തിട്ട് യഥാർത്ഥ മനുഷ്യനെ കണ്ടുപിടിക്കാനുള്ള ആ ഒരു കഴിവ് അതിൽ നിന്ന് നഷ്ടപ്പെടും. അപ്പോൾ ഇവർ പറയും ശരി നീ പറഞ്ഞതല്ലേ ഓക്കെ, ഇതിപ്പോൾ എങ്ങനെ ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ ഹീറോയിൻ പറയും അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ഒരാൾ വെളിയിലേക്ക് പോയിട്ട് ആ ഒരു സോംബികളുടെ മുന്നിൽ വ്യത്യസ്തമായിട്ടുള്ള മൂവും അതേപോലെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള സ്മെല്ല് ഇതെല്ലാം ചെയ്യേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ ഈ ഒരു സോംബികൾ വിചാരിക്കും ഇതായിരിക്കും ഹ്യൂമന്റെ യഥാർത്ഥ രൂപം അല്ലെങ്കിൽ ആ ഒരു സ്മെല്ല്. ഇതെല്ലാം മനസ്സിലാക്കുന്ന സോംബികളാണെങ്കിലോ ഇതുപോലെയാണ് ഹ്യൂമൻ എന്ന് തെറ്റിദ്ധരിക്കും. അതിനുശേഷം നമുക്ക് എല്ലാവർക്കും ഈ ഒരു സോംബികളെ വെട്ടിച്ചിട്ട് ആ ഒരു VIP റൂമിലേക്ക് പോകാൻ കഴിയുമെന്ന് പറയുന്നതും ഓക്കെ, പ്ലാനൊക്കെ കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ കൂട്ടത്തിൽ ഒരാൾ തന്റെ ജീവൻ പണയം വെച്ചിട്ടാണ് ഈ ഒരു കാര്യം ചെയ്യാൻ വേണ്ടി. അങ്ങനെ എല്ലാവരും പരസ്പരം അങ്ങോട്ട് വേണ്ടി നോക്കുമ്പോഴത്തേക്കാണ് ഈ കൂട്ടത്തിലുള്ള ഒരു പോലീസുകാരൻ പെട്ടെന്ന് മുന്നിലേക്ക് വന്നിട്ട് വാലന്റിയറായിട്ട് ഞാൻ ഈ ഒരു കാര്യം ചെയ്യാം നിങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി, ഞാനിത് ചെയ്യാന്ന് പറയുന്നതും ഓക്കെ, എല്ലാവരും അതിന് തയ്യാറായിട്ട് ഇപ്പൊ അതിന് മുന്നേ തന്നെ അവിടെയുള്ള തുണി ടേപ്പ് ഈ കാര്യങ്ങളെല്ലാം എടുത്ത് അവരുടെ ദേഹമെല്ലാം നല്ലതുപോലെ ചുറ്റി വെക്കുന്നുണ്ട്. കാരണം ഈ ഒരു സോംബികളെ ഒന്ന് കടിച്ചു കഴിഞ്ഞാൽ വലിയ രീതിയിൽ പരിക്ക് പറ്റാതിരിക്കാൻ വേണ്ടി. അത് കഴിഞ്ഞിട്ട് ഈ ഒരു പോലീസുകാരനെ ഇവർ അതേപോലെ തന്നെ റെഡിയാക്കുന്നുണ്ട്. എന്നിട്ട് അയാളുടെ ദേഹത്ത് ഒരു പെർഫ്യൂം പൊട്ടിച്ചിട്ട് അത് ദേഹം മുഴുവൻ ഒഴിക്കുകയാണ്. അപ്പൊ ഈ ഒരു സോംബികൾ വന്നിട്ട് ഇയാളെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിലും ആ സോംബികൾ വിചാരിക്കുന്ന എന്താണ്, ഇതാണ് മനുഷ്യൻ, ഇതുപോലെയാണ് മനുഷ്യന്റെ സ്മെല്ലുള്ളത് എന്ന് മനസ്സിലാക്കി മറ്റുള്ള സോംബികൾക്ക് ആ ഒരു നിർദ്ദേശം പാസ് ചെയ്യും. അപ്പോ ഇവർ വെളിയിലേക്ക് ഇറങ്ങുമ്പോഴത്തേക്ക് ഇവരുടെ ദേഹത്ത് അതേപോലെ സ്മെല്ലും ഉണ്ടാവത്തില്ല. അതുകൊണ്ട് ഇവര് മനുഷ്യരാണെന്ന് അവർ കൺഫ്യൂസ്ഡ് ആവും. ഇപ്പൊ ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ആ ഒരു പോലീസുകാരനാണെങ്കിൽ ഇപ്പൊ പതിയെ ആ ഒരു ഡോർ തുറന്ന് വെളിയിലേക്ക് ഇറങ്ങിയിട്ട് ഒരു പ്രത്യേക രീതിയിൽ ശബ്ദം ഉണ്ടാക്കി ഈ സോംബികളെല്ലാം വെട്ടിച്ചെങ്ങനെ ഓടുന്നതും ഇപ്പോ പല സോംബികൾ അയാളെ പിടിക്കാണ്ട് പിറകെ വരുന്നുണ്ട്. അതിലൊരു സോംബിയാണെങ്കിലോ അയാളുടെ ദേഹത്തുള്ള ആ ഒരു പെർഫ്യൂമിന്റെ സ്മെല്ല് അത് മനസ്സിലാക്കിയിട്ട് ബാക്കിയുള്ള സോംബികൾക്കും ഇതുപോലെ തന്നെ ആ ഒരു നിർദ്ദേശം ഇതുപോലെ തന്നെ ആ ഒരു മെസ്സേജ് പാസ് ചെയ്യുന്നു. ഈ ഒരു ഗ്യാപ്പിലെ ആ പോലീസുകാരനാണെങ്കിലോ ഒരു പെർഫ്യൂം കടയ്ക്കുള്ളിലേക്ക് കയറിയിട്ട് അവിടെയുള്ള എല്ലാ പെർഫ്യൂമും അയാളുടെ ബാഗിലേക്ക് കയറ്റും. എന്നിട്ട് ഈ ഒരു സോംബിയാളിൽ നിന്ന് കടിയൊന്നും വാങ്ങാതെ ഒരു വിധത്തിൽ രക്ഷപ്പെട്ട്
തിരിച്ച് ഈ ഒരു ഷോപ്പിലേക്ക് തന്നെ ഓടി വരുന്നുണ്ട്. അപ്പൊ അയാൾ ജീവനോടെ തിരിച്ചു വരുന്നത് കാണുമ്പോഴത്തേക്കാണ് ഇവർക്ക് എല്ലാവർക്കും സമാധാനാവുന്നത്. ഓക്കെ, ഇനിയാണ് നമ്മുടെ ഹീറോയിന്റെ യഥാർത്ഥ പ്ലാൻ എന്താണെന്ന് പറയുന്നത്. ഇപ്പൊ അയാൾ കൊണ്ടുവന്ന ആ ഒരു പെർഫ്യൂം ഉണ്ടല്ലോ, അതെല്ലാം ഈ ഷോപ്പിനകത്തുള്ള പാവകളൊക്കെ ഉണ്ട് തുണിയെല്ലാം ഇട്ട് വെക്കാനുള്ള, അതിന്റെ മുകളിലേക്ക് ഒഴിക്കും. ഇപ്പൊ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് എന്താണ്, ഇവർ കഥക് തുറക്കുന്ന സമയത്ത് ഈ ഒരു സോംബികളെല്ലാം ഈ ഷോപ്പിനകത്തേക്ക് കയറിയിട്ട് ഈ പാവളെ ആയിരിക്കും അറ്റാക്ക് ചെയ്യുന്നത്. കാരണം അതിന്റെ ദേഹത്താണല്ലോ ഈ ഒരു പെർഫ്യൂമിന്റെ സ്മെല്ലുള്ളത്. അതുകൊണ്ട് മനുഷ്യൻ ഇതാണെന്ന് പറഞ്ഞ അവര് ഇതിനെ അറ്റാക്ക് ചെയ്യും. ഈ ഗ്യാപ്പിൽ ഇവർക്ക് രക്ഷപ്പെട്ട് വെളിയിലേക്കും പോവാം. അതുമല്ല ഇതിനിടയിൽ മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഇപ്പൊ ഇവരിതുപോലെ ആ ഒരു പാവളുടെ ദേഹത്തെല്ലാം സ്പ്രേ അടിച്ചിട്ട് എല്ലാവരും വെളിയിലേക്ക് പോകുമ്പോഴത്തേക്കും ഏതെങ്കിലും ഒരു സോംബി യഥാർത്ഥ മനുഷ്യന്റെ ആ ഒരു സ്മെല്ല് മനസ്സിലാക്കി ഇവർ അറ്റാക്ക് ചെയ്തു കഴിഞ്ഞാൽ അത് പിന്നീട് ഭയങ്കര പ്രശ്നമാവും. അതുകൊണ്ട് മനുഷ്യരുടെ ആ ഒരു സ്മെല്ല് മറയ്ക്കാൻ വേണ്ടിയിട്ട് അതിനകത്തുള്ള വേറെ ഒരു ലിക്വിഡ് ഉണ്ട്. അതെടുത്ത് ഇവരുടെ ദേഹത്തെ തന്നെ തടവുമ്പോഴത്തേക്കും ഇത് മനുഷ്യന്റെ സാധാരണ ആ ഒരു സ്മെല്ലുണ്ടല്ലോ, അത് ആ ഒരു സോംബിക്ക് മനസ്സിലാവത്തില്ല. ഇപ്പൊ അത് കഴിഞ്ഞിട്ട് എന്താണ്, ഇവർ ഇത്രയും കാര്യങ്ങൾ ചെയ്തതിന് ശേഷം ഇപ്പൊ ആ ഒരു ഷോപ്പിന്റെ ഡോർ തുറക്കുന്നതും ഈ സോംബികളെല്ലാം പതിയെ പതിയെ ഉള്ളിലേക്ക് വരുന്നു. എന്നിട്ട് എന്താണ്, ഇവർ ആ ഒരു പെർഫ്യൂം ഒഴിച്ച ആ ഒരു പാവളുണ്ടല്ലോ അതിന്റെ അടുത്തേക്ക് വന്നിട്ടാണ് ഈ ഒരു സോംബികൾ അതിനെ അറ്റാക്ക് ചെയ്യാൻ പോകുന്നത്. അങ്ങനെ ഈ ഒരു തക്ക നോക്കിയിട്ട് ഇവരെല്ലാം ഒരു ശബ്ദം ഉണ്ടാക്കാതെ പതിയെ ഓരോരുത്തരായിട്ട് ആ ഒരു ഷോപ്പിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങാണ്. നമ്മുടെ ഹീറോയിൻ, ആ ഒരു പോലീസുകാരൻ, സെക്യൂരിറ്റി, പിന്നെ സിയ എന്ന് പറഞ്ഞ സെക്യൂരിറ്റിയുടെ സഹോദരി, ഇവരെല്ലാവരും പതിയെ പതിയെ വെളിയിലേക്ക് ഇറങ്ങിയിട്ട് ഇപ്പൊ അവിടെ നിന്ന് മറ്റൊരു വശത്തേക്ക് ചെല്ലുമ്പോഴത്തേക്കാണ് അവിടെയും ഒരുപാട് സോംബികളുണ്ട്. അങ്ങനെ ഇവര് രക്ഷപ്പെട്ട് ഇപ്പൊ ആ ഒരു സോംബികളും കാണാതെ എല്ലാവരും പതിയെ പതിയെ രക്ഷപ്പെട്ട് പോകുമ്പോഴത്തേക്കാണ് ഈ ഷോപ്പിനകത്തുള്ള ഒരു സോംബി ഈ പാവയിലിട്ട് കുറെ നേരമായിട്ട് കടിക്കുവാണല്ലോ. അപ്പോഴാണ് സംശയം, എന്താ ഇത് കുറെ നേരമായിട്ട് കടിച്ചിട്ടും ഇനിയിപ്പോ മനുഷ്യന്മാര് വീണ്ടും നമ്മളെ പറ്റിച്ചോ? ദിസ് ഈസ് ചീറ്റിംഗ്. പാവോടാ വൈറസുകള്, അതിനിങ്ങനെ പറ്റിക്കാതെ. അപ്പൊ ഈ ഒരു കാര്യം ആ ഒരു സോംബി മനസ്സിലാക്കിയിട്ട് ഇപ്പോ സിഗ്നല് ബാക്കിയുള്ള സോംബികൾക്ക് കൊടുക്കുന്നതും അതെല്ലാം മനസ്സിലാക്കിയിട്ട് എല്ലാം അനങ്ങാതെ മുകളിലേക്ക് നോക്കി നിൽക്കുമല്ലോ. അതുപോലെ നിൽക്കുമ്പോൾ തന്നെ നമ്മുടെ ഹീറോയിൻ അറിയാം ഇതെന്തോ ഒരു മെസ്സേജ് പാസ് ചെയ്തിട്ടുണ്ടെന്ന്. അതുപോലെ ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു കാര്യമുണ്ട്, കുറെ നേരത്തേക്ക് ഈ ഒരു സോംബികൾ ഇതുപോലെ തന്നെ അനങ്ങാതെ നിൽക്കും. അപ്പൊ ആ ഒരു സമയം കൊണ്ട് ഇവിടുന്ന് രക്ഷപ്പെടണം. അതുകൊണ്ട് ഇവരെല്ലാവരും സോംബികൾ അങ്ങനെ നിൽക്കുന്ന ആ ഒരു സമയത്ത് തന്നെ അവരുടെ ഇടയിലൂടെ അങ്ങനെ എല്ലാവരും ഓടി ഓടി ഒരു വിധത്തില് രക്ഷപ്പെടുമെന്ന് വിചാരിക്കുമ്പോഴത്തേക്ക് ഒരു പെണ്ണ് പുറകിലേക്ക് നോക്കി നോക്കി ഒരു സോംബിയെ ഇടിച്ച് തന്റെ മുകളിലേക്ക് തന്നെ ഇട്ടിട്ട് ആ ഒരു സോംബി ആണെങ്കിൽ ഇപ്പോ പഴയ അവസ്ഥയിലേക്ക് വരുന്നതിന് മുന്നേ ഇവൾക്കാണെങ്കിൽ അടിയിൽ നിന്ന് രക്ഷപ്പെട്ട് പോകാനും കഴിയുന്നില്ല. ആ ഒരു അവസ്ഥയായിപ്പോയി. അവളെ പാവം അതിനകത്ത് പെട്ടുപോയി. ഇപ്പൊ എന്തെങ്കിലും ചെയ്തല്ലേ പറ്റും, ആ ഒരു പെണ്ണിനെ രക്ഷിക്കണം. ഇപ്പോഴാണ് നമ്മുടെ ഹീറോയിൻ അടുത്തൊരു ഐഡിയ. അവൾ പെട്ടെന്ന് അവളുടെ കയ്യിലുള്ള ആ ഒരു ലൈറ്റർ, അവൾ സിഗരറ്റ് വലിക്കല്ലോ, ആ ഒരു ലൈറ്റർ എടുത്ത് മുകളിലേക്ക് ആ ഒരു ഫയർ സെൻസറിൽ കാണിച്ചു കൊടുക്കുന്നതും ഇപ്പോ മൊത്ത ബിൽഡിങ്ങിലും ഈ ഫയർ സെൻസർ വർക്കായിട്ട് താഴേക്ക് വെള്ളം വീഴാണ്. ഇത് ആ ഒരു പെണ്ണ് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. പക്ഷേ ഇപ്പൊ അനങ്ങാതെ നിന്ന് ആ ഒരു സോംബികളുടെ മുകളിലേക്ക് വെള്ളം വീഴുന്നതും സോംബികളെല്ലാം പഴയ അവസ്ഥയിലേക്കായിട്ട് വീണ്ടും ഈ ഒരു മനുഷ്യരെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി അവരുടെ പിറകെ തന്നെ വരികയാണ്. ഇപ്പൊ അത് കഴിഞ്ഞിട്ട് എന്താണ്, ഇവരെല്ലാവരും ഓടാണ്. പുറകെ വരുന്ന സോംബികളെല്ലാം നമ്മുടെ ഹീറോയിൻ, അതേപോലെ തന്നെ ആ ഒരു പോലീസുകാരൻ, സെക്യൂരിറ്റി, ഇവര് മൂന്നുപേരും ഒരു വിധത്തിൽ ഫൈറ്റ് ചെയ്ത് അടിച്ച് താഴെ ഇട്ടിട്ട് ഇപ്പൊ എല്ലാവരും ഓടി ആ ഒരു ലിഫ്റ്റിലേക്ക് കയറും. സോംബികളോടെ അടുത്തേക്ക് വരുന്നതിന് മുന്നേ തന്നെ ആ ഒരു ലിഫ്റ്റ് അവരെങ്ങനെയെങ്കിലും ക്ലോസ് ചെയ്തിട്ട് ഇപ്പോൾ ഹീറോയും മൂന്നാമത്തെ ഫ്ലോർ ക്ലിക്ക് ചെയ്യുന്നതും ലിഫ്റ്റ് നേരെ മൂന്നാമത്തെ ഫ്ലോറിലേക്ക് പോകുന്നു. ഇങ്ങനെ പോകുമ്പോഴത്തേക്കാണ് ഇവർക്ക് കുറച്ചെങ്കിലും സമാധാനമാവുന്നത്. ഇപ്പൊ ഇതേ സമയം വെളിയിൽ കാണിക്കുമ്പോഴത്തേക്കും സിയാൾ സിറ്റിയിൽ നടക്കുന്ന ഈ ഒരു സംഭവത്തെ പറ്റി ന്യൂസ് ചാനലുകളിലെല്ലാം നമ്മുടെ ആ ഒരു കണ്ണാടി, അവനുണ്ടാക്കിയ ഒരു വൈറസ്, അവൻ ഇതിനു മുന്നേ കണ്ടുപിടിച്ച കാര്യങ്ങൾ, ഈ വൈറസിനുള്ള മരുന്ന് എങ്ങനെ കണ്ടുപിടിക്കാൻ കഴിയും, ഇതുപോലെയുള്ള കാര്യങ്ങളെല്ലാം ഇവർ ചർച്ച ചെയ്തിട്ട് ചിലർ പറയുന്നു ഇതൊരു സയന്റിഫിക് ഡിസാസ്റ്റർ ആണെന്ന്. മറ്റു ചിലരാണെങ്കിലോ എന്തൊരു ബയോ വെപ്പൺ വാർ പോലെ ഒരു ടെറർ അറ്റാക്ക് ആണെന്ന്. ഇതേ സമയം മറ്റൊരിടത്ത് നമ്മുടെ പ്രൊഫസറിന്റെ ഭാര്യ, അവരൊരു പ്രൊഫസറാണല്ലോ, അതുകൊണ്ട് അവര് നേരെ പോകുന്നത് നമ്മുടെ കണ്ണാടിയുടെ ആ ഒരു റിസർച്ച് ലാബിലേക്ക്. തന്റെ ഭർത്താവിനെ രക്ഷിക്കാൻ കഴിയില്ല എന്നുണ്ടെങ്കിലും അതിന് പകരമായിട്ട് അവനോട് റിവഞ്ച് ചെയ്യാൻ കഴിയും. അതിനു വേണ്ടിയിട്ടാണ് ഇവരിപ്പോ ആ ഒരു ലാബിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ അവരവിടേക്ക് ചെല്ലുമ്പോഴത്തേക്കും ആ ഒരു ലാബിന് വെളിയിലായിട്ട് ഒരുപാട് സയന്റിസ്റ്റുകളും അതേപോലെ തന്നെ പോലീസുകാര് എല്ലാവരും ആ ഒരു ലാബ് ചുറ്റി വളഞ്ഞിട്ട് ഇപ്പൊ അതിനകത്തേക്ക് ആരെയും കയറ്റാതെ ആ ലാബ് മൊത്തത്തിൽ അടച്ചിട്ട് ഇവരെല്ലാവരും വെളിയിൽ നിൽക്കാണ്. അങ്ങനെ ഈ ഒരു ബിൽഡിങ്ങിനകത്ത് കാണിക്കുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോയിൻ ബാക്കി എല്ലാവരും ആ ഒരു ലിഫ്റ്റ് വഴി മൂന്നാമത്തെ ഫ്ലോറിലേക്ക് എത്തി. എന്നിട്ട് ഇവരെല്ലാവരും സേഫായിട്ട് വെളിയിലേക്ക് ഇറങ്ങിയിട്ട് ആ ഒരു കണ്ണാടിയുള്ള ആ ഒരു മുറി ഉണ്ടല്ലോ, ആ ഒരു VIP റൂം, അതിനടുത്തേക്ക് വന്ന് അതിനകത്ത് നോക്കുമ്പോഴത്തേക്ക് അവൻ ഇപ്പോഴും അവിടെ തന്നെ ഉണ്ട്. ഇപ്പൊ ഈ ഒരു പോലീസുകാരൻ നേരെ വന്നിട്ട് അവന്റെ കയ്യിലെ വിലങ്ങിട്ട് അവൻ ഇനിയൊന്നും ചെയ്യാതിരിക്കാൻ വേണ്ടി അവൻ ഇപ്പോൾ വെളിയിലേക്ക് കൊണ്ടുവരുമ്പോഴത്തേക്കാണ് നമ്മുടെ ഹീറോയിനോട് ആ കണ്ണാടി പറയുന്നത്, നീ ആ ഒരു എമർജൻസി വാട്ടർ സിസ്റ്റം അത് ഓൺ ചെയ്തത് എന്തായാലും നല്ലൊരു മൂവാണ്. കാരണം അങ്ങനെ ചെയ്തതുകൊണ്ട് ഈ ഒരു സോംബികളുടെ ഇടയിലുള്ള ആ ഒരു വൈറസ് തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ കുറച്ച് നേരത്തേക്ക് സ്റ്റോപ്പ് ആയല്ലോ എന്ന് ഇവൻ ഇങ്ങനെ പറയുമ്പോഴത്തേക്കാണ് ഇവിടെ നിൽക്കുന്ന എല്ലാവരും അത് കേട്ട് ഷോക്ക് ആവുന്നത്. കാരണം ഈ റൂമിനകത്ത് ഇത്രയും നേരം അടച്ചുപൂട്ടിയിട്ടിരുന്ന ഇവൻ ഈ സോംബികളുടെ നീക്കം, അവർക്ക് സംഭവിക്കുന്ന ആ ഒരു കാര്യങ്ങളിൽ എങ്ങനെ മനസ്സിലാക്കി? അങ്ങനെ ഇവർ നോക്കുന്നുണ്ട്. അപ്പോഴേക്കും ആ ഒരു കണ്ണാടി പറയുന്നുണ്ട്, ഈ ഒരു വെള്ളമെല്ലാം ഉണങ്ങിക്കഴിഞ്ഞാൽ സോംബികളുടെ ആ ഒരു കമ്മ്യൂണിക്കേഷൻ, ആ പവർ കുറച്ചുകൂടി കൂടത്തേ ഉള്ളൂ എന്ന് ഇവൻ വലിയ കാര്യത്തിൽ ഇങ്ങനെ പറയുന്നതും ഇതും കൂടി കേൾക്കുമ്പോഴത്തേക്ക് അവിടെ നിൽക്കുന്ന എല്ലാവർക്കും ഇനിയിപ്പോ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചിട്ട് കുറച്ചുകൂടി പേടിക്കാണ്. കാരണം ഇത്രയും നേരം ആ ഒരു സോംബികൾക്ക് അതിനുള്ള പവർ കുറച്ചേ ഉള്ളായിരുന്നു.
പക്ഷെ അതിപ്പോ കൂടി ആകുമ്പോഴത്തേക്കും അപ്പൊ ഈ ഒരു കണ്ണാടിക്കാരൻ അവനൊരു റിവെഞ്ച് എടുക്കുക മാത്രമല്ല, ഇതുപോലെ പ്രതികാരം ഉള്ളിലിരുന്നിരുന്ന് അവനിപ്പോൾ ഒരു അസൽ സൈക്കോ ആയില്ലാന്നുണ്ടെങ്കിൽ ഇത്രയും പേരെ കൊലക്കി കൊടുക്കുന്ന രീതിയിൽ ഈ ഒരു കാര്യം ചെയ്യോ? ആ ഒരു CEO മാത്രമല്ലേ കൊല്ലാൻ ശ്രമിക്കത്തുള്ളൂ. ഓക്കെ, ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ നമ്മുടെ പോലീസുകാരൻ പറയും, ശരി, നമുക്ക് എല്ലാവർക്കും എത്രയും പെട്ടെന്ന് ടെറസിന് മുകളിലേക്ക് പോവാം. കാരണം റെസ്ക്യൂ ടീം വരാണെങ്കിൽ നമ്മളെ കൊണ്ടുവരാനായിട്ട് എളുപ്പം അതായിരിക്കും. അതുകൊണ്ട് ഇപ്പോൾ ഇവർക്ക് ടെറസിന് മുകളിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ കാർഗോ ലിഫ്റ്റ് ഉണ്ട്. ആ ഒരു ലിഫ്റ്റിൽ കയറിയാൽ മാത്രമേ ഇവർക്ക് എല്ലാവർക്കും മുകളിലേക്ക് പോകാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ട് ഈ ഒരു കണ്ണാടിനെ ഇവരുടെ കൂടെ തന്നെ കൊണ്ടുപോകുന്നുണ്ട്. ഇവൻ എന്തായാലും ഇവിടെ നിർത്താൻ കഴിയത്തില്ലല്ലോ. അങ്ങനെ അവനെ പിടിച്ചിട്ട് ഈ ലിഫ്റ്റിലേക്ക് കയറ്റുമ്പോഴത്തേക്കാണ് അവൻ ഇപ്പോൾ മറ്റൊരു വിലത്തരം കാണിക്കുന്നത്. ആ ലിഫ്റ്റിനകത്തേ കയറിയതും ബാക്കിയുള്ളവരുടെ ശ്രദ്ധ കുറച്ചൊന്ന് മാറുന്നതും ഇവൻ ആ ഒരു ലിഫ്റ്റ് പോവേണ്ട പൊസിഷൻ സ്ഥാനം മാറ്റിക്കളയും. എന്താണെന്ന് വെച്ചാൽ ടെറസിലേക്ക് പോകേണ്ട ആ ഒരു ലിഫ്റ്റ് ഇപ്പോൾ നേരെ താഴേക്ക് 9ാമത്തെ ഫ്ലോറിലേക്കാണ് പോകുന്നത്. ഇപ്പൊ ഇവരെല്ലാവരും പ്രതീക്ഷ അങ്ങനെ നിൽക്കുന്നതും ഈ ഒരു ലിഫ്റ്റ് താഴേക്ക് വന്ന് നിൽക്കുമ്പോൾ ലിഫ്റ്റ് തുറക്കുന്നത് ഇതുപോലെ എല്ലാ സോംബികളും കൂടി തള്ളി പിടിച്ച് ആ ഒരു ലിഫ്റ്റിലേക്ക് കയറിയിട്ട് ഇപ്പൊ അതിനകത്ത് നല്ലൊരു ഫൈറ്റ് നടക്കുന്നുണ്ട്. അങ്ങനെ കഴിയുന്ന രീതിയിൽ ഇവര് സോംബികളായിട്ട് ഫൈറ്റ് ചെയ്ത് അവസാനം കുറെ സോംബികളെല്ലാം അവർ ലിഫ്റ്റിന്റെ വെളിയിലേക്ക് തള്ളി വിട്ടിട്ട് ഈ ഒരു ലിഫ്റ്റ് അടയ്ക്കുന്നതും ഇവരുടെ കൂടെ രക്ഷപ്പെട്ട കുറെ ആളുകളുണ്ടല്ലോ, അവരെല്ലാവരും ഈ ഒരു ഫൈറ്റിലെ കടി കൊണ്ട് സോംബികളായി മാറിയിട്ടുണ്ട്. ഇപ്പൊ ബാക്കിയുള്ളത് കുറച്ചുപേര് മാത്രമാണ്. അതുപോലെ ഈ ഒരു ഗ്യാപ്പിലാണെങ്കിലോ നമ്മുടെ കണ്ണാടിയാണെങ്കിൽ ഇവരുടെ ഇടയിൽ നിന്ന് പതിയെ വെളിയിലേക്ക് ഇറങ്ങി പോകുന്നു. അതിൽ മറ്റൊരു കാര്യം കൂടിയുണ്ട്, ഇവൻ അത്രയും സോംബികളുടെ ഇടയിലേക്ക് കയറിയിട്ടും ഒരു സോംബികൾ പോലും ഇവനൊന്നും ചെയ്യുന്നില്ല. അതിന് കാരണം വേറൊന്നുമില്ല, സ്റ്റാർട്ടിങ്ങിൽ ഇവന്റെ ശരീരത്തിലേക്ക് അവനൊരു മരുന്ന് കുത്തിവെച്ചല്ലോ, അതിന്റെ എഫക്റ്റ് കാരണമായിരിക്കണം ഈ ഒരു സോംബികൾ അവനെന്നും ചെയ്യാത്തത്. കാരണം ഈ ഒരു വൈറസിനെ കണ്ടുപിടിച്ചതും ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്തതും അവനാണല്ലോ. അതുകൊണ്ട് അവനറിയാം എങ്ങനെ രക്ഷപ്പെട്ട് പോകണം, ഇതിൽ നിന്ന് രക്ഷപ്പെടണമെന്നല്ല. അങ്ങനെ ഇവരെല്ലാവരും ലിഫ്റ്റിൽ നിന്ന് ബാക്കിയുള്ള സോംബികളെല്ലാം തള്ളി വെളിയിലേക്ക് ഇട്ടിട്ട് ഇപ്പോൾ ലിഫ്റ്റിന്റെ ബട്ടൺ അമർത്തി എല്ലാവരും നേരെ മുകളിലേക്ക് ടെറസിലേക്ക് പോവാണ്. അങ്ങനെ എല്ലാവരും മുകളിലേക്ക് വന്നിട്ട് ആ ഒരു ടെറസിലേക്ക് ഇറങ്ങുമ്പോഴത്തേക്കാണ് മറ്റൊരു കാര്യം ഷോക്കായി പോവും. കാരണം വേറൊന്നല്ല, ഈ ഒരു സോംബികൾ എന്താ ചെയ്യുന്നറിയോ? നമ്മുടെ സെക്യൂരിറ്റി അവന്റെ സഹോദരിയെ എടുത്ത് പിറകിൽ വെച്ചേക്കുന്നത് പോലെ ഈ ഒരു സോംബികളും ഓരോ മനുഷ്യരുടെ ആ ഒരു രീതി ഉണ്ടല്ലോ, അവർ നടക്കുന്ന രീതി ആയാലും അവർ നടക്കുന്ന രീതി, ആക്ഷൻസ്, ഇതെല്ലാം അതുപോലെ തന്നെ കോപ്പി ചെയ്ത് അതുപോലെ അവരും കാണിക്കുന്നു. ഇപ്പോൾ ഒരു സോംബി മറ്റൊരു സോംബിയുടെ മുകളിലേക്ക് കയറി ഇരുന്നിട്ട് ഇവരെ പോലെ തന്നെ ഇവരോടൊപ്പം മുകളിലേക്ക് വരികയാണ്. അപ്പൊ ഇത്ര അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ആ ഒരു ആ സോംബികളല്ല ആ ഒരു വൈറസാണ് ഇതെല്ലാം ചെയ്യുന്നത്, മനുഷ്യനെ കൺട്രോൾ ചെയ്തിട്ട് മനുഷ്യൻ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും അതുപോലെ തന്നെ കോപ്പി ചെയ്ത് അത് മറ്റുള്ളവരിലേക്കും പാസ് ചെയ്ത് ഇപ്പോൾ എല്ലാ സോംബികളും അതുപോലെ തന്നെ പ്രവർത്തിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഇവർക്ക് ടെറസിന് മുകളിലേക്കും പോകാൻ കഴിയത്തില്ല. ഇനിയിപ്പോൾ വേറെ എങ്ങോട്ടെങ്കിലും പോയേ പറ്റൂ എന്ന് തീരുമാനിച്ചിട്ട് ഇപ്പോൾ എങ്ങോട്ട് പോകണമെന്ന് അറിയത്തില്ലല്ലോ. അപ്പോഴാണ് ആ ഒരു പോലീസുകാരൻ പറയുന്നത്, ശരി, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഒരു ബിൽഡിങ്ങിന്റെ ബേസ്മെന്റിലുള്ള കൺട്രോൾ റൂമിലേക്ക് പോകാം. അവിടെ വെച്ചിട്ടാണ് ഈ ഒരു ബിൽഡിങ്ങിലെ എല്ലാ കാര്യങ്ങളും കൺട്രോൾ ചെയ്യുന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് രക്ഷപ്പെടാനുള്ള എന്തെങ്കിലും വഴിയോ അല്ലെങ്കിൽ റെസ്ക്യൂ ടീമിനെ വിളിക്കാനായിട്ടുള്ള എന്തെങ്കിലും ഒരു വഴി നമുക്ക് കിട്ടാതിരിക്കത്തില്ല. ഇതേ സമയം ആ ഒരു പ്രൊഫസർ, മറ്റ് സയന്റിസ്റ്റ്, ഇവരെല്ലാവരും ആ ഒരു കണ്ണാടിയുടെ ലാബ് ഉണ്ടല്ലോ, അവന്റെ ലാബിനകത്തേക്ക് കയറി പോവാണ്. അങ്ങനെ അവർ കയറി നോക്കുമ്പോഴത്തേക്കാണ് ഈ ഒരു കണ്ണാടി പല വർഷങ്ങളായിട്ട് ഈ ഒരു വൈറസിനെ കണ്ടുപിടിക്കാൻ വേണ്ടി പല ടെസ്റ്റുകൾ നടത്തിയിട്ടുണ്ട്. അതെല്ലാം നോക്കിയിട്ട് ഓരോ കണ്ണാടിക്കൂട് വഴി അങ്ങനെ നടന്നു പോകുമ്പോഴത്തേക്കാണ് ഈ ഒരു കണ്ണാടിക്കൂടിനുള്ളിൽ കുരങ്ങന്മാരുണ്ടല്ലോ, അവർ വെച്ചിട്ട് ഈ ഒരു ടെസ്റ്റ്, കാരണം ആ ഒരു കുരങ്ങിന്റെ ഉള്ളിലും ഈ ഒരു വൈറസ് കടത്തിയിട്ടുണ്ട്. അപ്പൊ അതെല്ലാം കണ്ടു പോകുമ്പോഴത്തേക്കാണ് ഒരു കണ്ണാടി മുറിയുണ്ട്, പക്ഷെ അതിന്റെ ഗ്ലാസ് ഒക്കെ ആണെങ്കിൽ പൊട്ടിയിരിക്കുന്നു. ഈ കാര്യം ബാക്കിയുള്ളവരോട് പറയാനായിട്ട് വരുന്നതും പെട്ടെന്ന് അതിനകത്തുള്ളൊരു കുരങ്ങൻ ചാടി വീണ് ഇയാളെ അറ്റാക്ക് ചെയ്യാണ്. ഇപ്പൊ ഇതുകൂടിയാവുന്നത് ആ ഒരു പ്രൊഫസറിന്റെ ഭാര്യ ഉണ്ടല്ലോ, അവര് പെട്ടെന്ന് പേടിച്ച് താഴേക്ക് വീഴുന്നതും ഇപ്പൊ ഈ ഒരു കുരങ്ങൻ ഇയാളെ അറ്റാക്ക് ചെയ്തതുകൊണ്ട് ആ വൈറസ് ബാക്കിയുള്ള മങ്കീസിനും അതേപോലെ തന്നെ ആ ഒരു മെസ്സേജ് പാസ് ചെയ്യുമ്പോൾ ബാക്കിയുള്ള മങ്കീസും ഇതുപോലെ തന്നെ ആ ഒരു കണ്ണാടി ഉണ്ടല്ലോ അതെല്ലാം ഇടിച്ച് തകർത്ത് പെട്ടെന്ന് വെളിയിലേക്ക് വന്ന് ഭയങ്കരമായിട്ടുള്ളൊരു അറ്റാക്ക് നടത്തുന്നു. ഇപ്പൊ ഒന്നാമത് ഇവരെ അറ്റാക്ക് ചെയ്ത ആ ഒരു മങ്കി ഉണ്ടല്ലോ, വൈറസ് ബാധിച്ച അത് ഈ കൂട്ടത്തിൽ നമ്മുടെ പ്രൊഫസറിന്റെ വൈഫിനെ അറ്റാക്ക് ചെയ്തിട്ട് ഓടി വരികയാണ്. അങ്ങനെ ചാടി വരുന്നതും അവരാണെങ്കിലോ അടുത്തുള്ള എന്തോ ഒരു കാര്യം എടുത്ത് ഈ ഒരു മങ്കി ഒരു ഒറ്റയടി അടി കൊണ്ട് അത് താഴെ വീഴുന്നതും അതിപ്പോ മരിച്ചോ ഇല്ലെന്ന് അറിയത്തില്ല. അത് അനങ്ങാതെ കിടക്കുമ്പോഴത്തേക്കാണ് മറ്റൊരു കാര്യം, ഇതിനകത്തുള്ള എല്ലാ മങ്കീസും പെട്ടെന്ന് അതേപോലെ തന്നെ അനങ്ങാതെ കിടക്കുന്നു. മുകളിലേക്ക് പോയതെല്ലാം പെട്ടെന്ന് താഴേക്ക് വന്ന് വീഴുന്നു. അപ്പോഴാണ് ഇവർക്ക് മനസ്സിലാവുന്നത് ഒന്നാമത് ആ ഒരു വൈറസ് ബാധിച്ച ആള് അല്ലെങ്കിൽ ആ ഒരു വൈറസ് ബാധിച്ച മൃഗം ഒരു ലീഡറായിട്ടായിരിക്കും പ്രവർത്തിക്കുന്നത്. ഇതേ കാര്യം അവിടെയുള്ള ബോർഡിലും നമ്മുടെ കണ്ണാടിക്കാരൻ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ കാര്യം നമ്മുടെ പ്രൊഫസർ കണ്ടിട്ടാണ് പ്രൊഫസറിന് ഇപ്പൊ ഈ ഒരു കാര്യം മനസ്സിലാവുന്നത്. അതുകൊണ്ടാണ് ആ ഒരു കുരങ്ങൻ ഡൗൺ ആയതും അതിന്റെ നെറ്റ്വർക്കിലുണ്ടായിരുന്ന അല്ലെങ്കിൽ അതിന്റെ കണക്ഷനിലുണ്ടായിരുന്ന ബാക്കിയുള്ള മങ്കീസ് എല്ലാം അതുപോലെ അനങ്ങാതെ നിൽക്കുന്നത്. കാരണം ഇത് എന്തെങ്കിലും മെസ്സേജ് പാസ് ചെയ്താൽ മാത്രമേ ബാക്കിയുള്ള വൈറസുകളും അതുപോലെ തന്നെ പ്രവർത്തിക്കത്തുള്ളൂ. ഏകദേശം പറഞ്ഞു വരുമ്പോഴത്തേക്ക് ഉദാഹരണത്തിന് നമ്മുടെ ലാസ്റ്റ് ഓഫ് അസ് സീരീസ് ഉണ്ടല്ലോ, അതിലുള്ള വൈറസ് എങ്ങനെയാണ് അതുപോലെ അങ്ങനെ ഇവിടെ ഈ ഒരു ബിൽഡിങ്ങിൽ കാണിക്കുമ്പോഴത്തേക്കും അവരെല്ലാവരും പറഞ്ഞതുപോലെ തന്നെ നേരെ ബേസ്മെന്റിലേക്ക് വന്നു. എന്നിട്ട് പാതി ഇറങ്ങുന്നത് പാർക്കിംഗ് ഏരിയയിലേക്കാണ്. എന്നിട്ട് പതിയെ വെളിയിലേക്ക് നോക്കുമ്പോൾ അവിടെ ഒരുപാട് സോംബികളുണ്ട്. ആ ഒരു സെക്യൂരിറ്റി അവന്റെ സഹോദരി ചെയ്യുന്നത് പോലെ മറ്റുള്ള സോംബികളെ എടുത്ത് മുകളിലേക്ക് വെച്ചിട്ടാണ് എല്ലാവരും നടക്കുന്നത്.
ഇപ്പൊ ഇത് കാണുന്നതും എല്ലാവരും ശബ്ദം ഉണ്ടാക്കാതെ പതിയെ അങ്ങനെ നടന്നു പോകുന്നു. പക്ഷെ അതിലൊരു പെണ്ണാണെങ്കിൽ അറിയാതെ താഴെ കിടക്കുന്ന ഒരു ക്യാനിൽ വെച്ച് ചവിട്ടി കൊടുക്കുന്നതും ഈ ശബ്ദം കേട്ട് എല്ലാ സോംബികളും തിരിയും. ആഹാ, വേറെ ലെവലില്. ഇവരിപ്പോ പിടിക്കുമെന്ന് വിചാരിക്കുമ്പോൾ എല്ലാവരും അടുത്തുള്ളൊരു കാടിന് പുറകിലായിട്ട് ഒളിച്ചങ്ങിരിക്കും. കുറച്ചു നേരം അങ്ങനെ തന്നെ ഇരിക്കുമ്പോൾ വേറെ കുഴപ്പമില്ല, ഈ ഒരു സോംബികൾ അത് മനസ്സിലാക്കിയില്ല. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇവരെല്ലാവരും ആ ഒരു കൺട്രോൾ റൂമിലേക്ക് വന്നിട്ടാണ് അവിടെയുള്ള ആ ഒരു CCTVയിലേക്ക് നോക്കുമ്പോൾ ഇവിടെ ആ ഒരു കണ്ണാടിക്കാരൻ 3ാമത്തെ ഫ്ലോറിൽ നിന്നും നേരെ പോകുന്നത് ഈ ഒരു CEO ഉണ്ടല്ലോ, അയാൾ സോംബിയായിട്ട് നിൽക്കാണ്. ഇപ്പൊ അയാളുടെ അടുത്തേക്കാണ്. ഒരു പേടിയില്ലാതെ അയാളുടെ മുന്നിലേക്ക് നടന്നു പോകുമ്പോൾ ആ ഒരു സോംബി അയാളെ ഒന്നും ചെയ്യുന്നില്ല. എന്നിട്ട് അവൻ എന്താ ചെയ്യുന്ന വെച്ചാൽ അവന്റെ കൈ എടുത്ത് ആ ഒരു സോംബിയുടെ മുന്നിലേക്ക് കാണിച്ചു കൊടുക്കുന്നതും ആ ഒരു CEO സോംബി അവനെ ഒരു ഒറ്റ കടി കൊള്ളുന്നത് യുവ പെട്ടെന്ന് താഴേക്ക് വീണ്ട് ഭയങ്കരമായിട്ട് വിറയ്ക്കാൻ തുടങ്ങും. ഈ സമയം ആ ഒരു ഫ്ലോറിലുള്ള ബാക്കി സോംബികളുണ്ടല്ലോ, അല്ലെങ്കിൽ ഈ ഒരു ബിൽഡിങ്ങിലുള്ള എല്ലാ സോംബികളും അതുപോലെ തന്നെ കുറച്ച് നേരത്തേക്ക് ഫ്രീസ് ആയിട്ട് നിൽക്കാണ്. അപ്പൊ ഈ ഒരു കാര്യം കാണുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോയും മറ്റൊരു കാര്യം മനസ്സിലാക്കുന്നുണ്ട്. ഈ ഒരു കണ്ണാടി ഈ ഒരു വൈറസിനെ നിർമ്മിച്ചത് മാത്രമല്ല, ഇതുമായിട്ട് അവൻ എന്തോ ഒരു കണക്ഷൻ ഉണ്ട്. കാരണം എല്ലാ വൈറസുമായിട്ട് ഇവൻ എന്തോ ഒരു കണക്ഷൻ ഉണ്ട്. അതുകൊണ്ടാണ് ഇവൻ എന്തെങ്കിലും സംഭവിച്ചാലും ആ ഒരു സോംബികൾക്കും അതേപോലെ തന്നെ അത് ബാധിക്കുന്നത്. അതുമല്ല, മറ്റൊരു സംശയം കൂടി നമ്മുടെ ഹീറോയിനുണ്ട്. ഈ ഒരു കണ്ണാടി അവന് ഈ മറ്റ് സോംബികളിലൂടെ അവർ കാണുന്ന കാര്യങ്ങളെല്ലാം അറിയാൻ കഴിയുന്നുണ്ടോ എന്നുള്ളൊരു സംശയവും. കാരണം ഹീറോയിൻ ആ ഒരു ഫയർ അലാം അതിന് തീ കൊടുക്കുന്ന കാര്യങ്ങളെല്ലാം ഇവ മുകളിൽ വന്നപ്പോഴത്തേക്കും പറഞ്ഞല്ലോ. ആ റൂമിലുള്ളവൻ എങ്ങനെ ഈ കാര്യങ്ങളൊക്കെ അറിയാൻ കഴിയും? അങ്ങനെയാണെങ്കിൽ ഈ ഒരു സോംബികളിലൂടെ അവൻ എങ്ങനെയോ ഈ കാര്യങ്ങളെല്ലാം കാണുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പോലീസുകാരൻ പറയും, ശരി, അങ്ങനെയാണെങ്കിൽ ആ ഒരു കണ്ണാടി അവനെ പിടിക്കണം. അവന് മാത്രമേ നമ്മളെ ഇതിൽ നിന്ന് രക്ഷപ്പെടുത്താനായിട്ട് കഴിയത്തുള്ളൂ. ഇപ്പൊ നമ്മൾ എന്തായാലും മുകളിലേക്ക് പോയിട്ട് അവനെ പിടിച്ചേ മതിയാവൂ എന്ന് പറയുന്നതും നമ്മുടെ സെക്യൂരിറ്റിയുടെ സഹോദരി ഉണ്ടല്ലോ, അവിടെ ഈ ഒരു കൺട്രോൾ റൂമിൽ ഇരുന്നിട്ട് CCTV വഴി ഇവർക്ക് വഴി കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്. ഇപ്പൊ എവിടെയൊക്കെ സോംബികളുണ്ട്, എങ്ങനെയൊക്കെ അറ്റാക്ക് ചെയ്യാൻ വരും, ആ ഒരു കാര്യങ്ങളെല്ലാം ഇവർക്ക് ആ ഒരു വയർലെസ് ഫോണിലൂടെ പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അതനുസരിച്ച് ഇവരെല്ലാവരും ഇപ്പോൾ 3ാമത്തെ ഫ്ലോറിലേക്ക് വീണ്ടും പോകുന്നു. അതുപോലെ ഇത്രയും നേരം ഈ ഒരു സോംബികളെല്ലാം അനങ്ങാതെ ഫ്രീസ് ആയിട്ട് നിന്നതുകൊണ്ട് ആ ഒരു ഗ്യാപ്പിൽ ഇവരെല്ലാവരും നമ്മുടെ കണ്ണാടിയുള്ള ആ ഒരു മുറിയിലേക്ക് വരും. എന്നിട്ട് അവനെ ഇവർ പൊക്കിയെടുത്തിട്ട് പോകാനായിട്ട് ശ്രമിക്കുമ്പോഴത്തേക്കും ഈ കണ്ണാടി എന്താ ചെയ്യുന്നതെന്നറിയോ? ഇവൻ പെട്ടെന്ന് ശബ്ദം ഉണ്ടാക്കി അലറാൻ തുടങ്ങും. ഇതുകൂടി ആവുന്നതും ആ ഒരു സോംബികളെല്ലാവരും വീണ്ടും ആക്റ്റീവ് ആവുന്നത് പോലെ മാറിയിട്ട് ഇപ്പൊ ഇവരെ ഫോളോ ചെയ്ത് ഇവരെ അറ്റാക്ക് ചെയ്യാനായിട്ട് പുറകെ തന്നെ വരികയാണ്. അപ്പൊ ഇവർക്ക് വേറെ വഴിയില്ലാതെ ഇവരെല്ലാവരും നമ്മുടെ കണ്ണാടി അങ്ങനെ പിടിച്ച് കെട്ടിയിട്ടിട്ട് ഒരു ക്യാബിനകത്തേക്ക് കയറി ഒളിച്ചിരിക്കും. അങ്ങനെ ഒളിച്ചിരിക്കുമ്പോഴും ഈ ഒരു കണ്ണാടി എന്താ ചെയ്യുന്നറിയോ? നമ്മുടെ ഹീറോയും പറഞ്ഞതുപോലെ തന്നെ ഇവനും ആ ഒരു സോംബികൾക്ക് ഒരു കണക്ഷൻ ഉണ്ട്. ഇവൻ കാണുന്ന കാര്യങ്ങളെല്ലാം ആ ഒരു സോംബികൾക്ക് അറിയാൻ കഴിയും. അതുകൊണ്ട് ഇവർ നിൽക്കുന്ന ആ ഒരു ലൊക്കേഷൻ ഏതാണെന്ന് സോംബികൾക്ക് കാണിച്ചു കൊടുക്കും. അത് അവന്റെ കണ്ണിലൂടെ. ഇപ്പൊ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് എന്താണ് ആ ഒരു സോംബികളെല്ലാം നമ്മുടെ കണ്ണാടിയുള്ള ആ ഒരു സ്ഥലം ഉണ്ടല്ലോ, ആ ഒരു ക്യാബിനടുത്തേക്ക് വന്നിട്ട് അവിടെയുള്ള ആ ഡോർ ഇടിച്ച് പൊളിക്കാൻ വേണ്ടി അത് ശ്രമിക്കുകയാണ്. ഇത് കാണുമ്പോഴത്തേക്ക് നമ്മുടെ ഹീറോയിന് അടുത്തൊരു ഐഡിയ. ഉടനെ തന്നെ ആ ഒരു കണ്ണാടിയുടെ കണ്ണ് ഒരു റിബൺ വെച്ച് കെട്ടും. അപ്പൊ അവന്റെ കണ്ണ് കെട്ടിക്കഴിയുന്നതും ഈ ഒരു സോംബികളെ അറ്റാക്ക് ചെയ്യുന്നതും പതിയെ പതിയെ നിർത്തുന്നു. വേറെ ഒന്നുമല്ല, നമ്മുടെ കണ്ണാടിയാണ് ഇപ്പോൾ ഇവരുടെ എല്ലാവരുടെ ലീഡർ ആയിട്ടുള്ള. ഇവർക്കെല്ലാവർക്കും ആ ഒരു നിർദ്ദേശം കൊടുക്കുന്ന ആ രീതിയിൽ ഇവരുമായിട്ട് പ്രവർത്തിക്കുന്നത് ഈ കണ്ണാടിയാണെന്നുള്ള കാര്യം ഇപ്പോൾ എന്തായാലും മനസ്സിലായി. ഇപ്പൊ അത് കഴിഞ്ഞിട്ട് ഇവരെല്ലാവരും നമ്മുടെ കണ്ണാടിനെ കൊണ്ട് നേരെ വരുന്നത്, അതും അവിടെ ഇരുന്ന് ഇവർക്ക് നിർദ്ദേശം കൊടുക്കുന്നതനുസരിച്ച് ഇവരെല്ലാവരും നേരെ കിച്ചണിലേക്ക് വരും. അവിടെ വരുമ്പോഴത്തേക്കാണ് പോലീസുകാരൻ പറയുന്നത്, ശരി, നമുക്കിനി എന്തായാലും ബേസ്മെന്റിലേക്ക് പോകാൻ കഴിയത്തില്ല, അവിടെ വിട്ടിട്ട് നമുക്ക് എല്ലാവർക്കും ടെറസിലേക്ക് പോകേണ്ടി വരും. ഇത് കേൾക്കുന്ന നമ്മുടെ സെക്യൂരിറ്റി ഉണ്ടല്ലോ, അവനിത് ഒരിക്കലും കഴിയത്തില്ല. കാരണം തന്റെ സഹോദരിയെ വിട്ടിട്ട് ഒരിക്കലും അവൻ ഒറ്റയ്ക്ക് പോകാനായിട്ട് കഴിയത്തില്ല. അതുകൊണ്ട് ഈ ഒരു പോലീസുകാരൻ പറയുന്നത് കേൾക്കാതെ നമ്മുടെ സെക്യൂരിറ്റി തന്റെ സഹോദരിയെ രക്ഷിക്കാൻ വേണ്ടി നേരെ ആ ഒരു കൺട്രോൾ റൂമിലേക്ക് പോവാണ്. അപ്പൊ ഇതെല്ലാം ആ ഒരു കണ്ണാടിക്കാരനെ കേൾക്കുന്നുണ്ടല്ലോ. അതുകൊണ്ട് അവൻ ഈ ഒരു സോംബികൾക്ക് ഇൻഫർമേഷൻ പാസ് ചെയ്യും. ഇതുപോലെ കൺട്രോൾ റൂമിൽ ഒരാളുണ്ടെന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ട് ഈ ഒരു സോംബികളിൽ കുറച്ച് എവോൾവ് ആയിട്ടുള്ള ഒരു സോംബി അവിടെയുള്ള CCTV വഴി കൺട്രോൾ റൂമിന്റെ ആ ഒരു ലൊക്കേഷൻ എങ്ങനെയാണെന്ന് മനസ്സിലാക്കിയിട്ട് ഇപ്പോൾ ബാക്കിയുള്ള സോംബികളെയും കൊണ്ട് അവിടേക്ക് പോകുന്നു. അപ്പൊ ഇതാണെങ്കിലും CCTVയിലൂടെ കാണുന്ന സിയ ഇത് കണ്ടിട്ട് പേടിക്കുന്നുണ്ട്. കാരണം ഈ ഒരു കൺട്രോൾ റൂമിലേക്ക് ഒരുപാട് സോംബികൾ ഓടി വരുന്നുണ്ട്. ഇതേ സമയം നമ്മുടെ ഹീറോയിൻ ആണെങ്കിലോ ഈ സെക്യൂരിറ്റിനെയും അതേപോലെ തന്നെ സിയനെ വിട്ടിട്ട് വരാനായിട്ട് അവളെ കൊണ്ട് കഴിയത്തില്ല, മനസ്സ് വരുന്നില്ല. അതുകൊണ്ട് പോലീസുകാരന്റെ കയ്യിൽ നിന്ന് തോക്ക് പെട്ടെന്ന് പിടിച്ചു വാങ്ങി, ഞാൻ വരുന്നത് വരെ എല്ലാവരും ഇവിടെ തന്നെ നിൽക്കണമെന്ന് പറഞ്ഞിട്ട് അവള് പോകാനായിട്ട് വരുമ്പോഴത്തേക്കും ബാക്കിയുള്ള ആൾക്കാരുണ്ടല്ലോ അവരെല്ലാവരും ഹീറോയിന്റെ കയ്യിൽ നിന്ന് ആ ഒരു തോക്ക് പിടിച്ചു വാങ്ങി. ഇപ്പോൾ ഹീറോയിനെ പിടിച്ചിട്ട് ഇവരെല്ലാവരും നേരെ ടെറസിന് മുകളിലേക്ക് പോവാണ്. ഇതേ സമയം ആ ഒരു സെക്യൂരിറ്റി ആണെങ്കിലും തന്റെ സഹോദരിയെ വിളിച്ചിട്ട് അങ്ങനെ സിയ പറയുന്ന ആ ഒരു വഴിയിലൂടെ ഓടി ഓടി വരികയാണ്. ഓടി അവസാനം സെക്യൂരിറ്റി എത്തുന്നത് ഒരു ലിഫ്റ്റിനടുത്തേക്ക്. ഇപ്പൊ ആ ഒരു ലിഫ്റ്റിലേക്ക് കയറുന്നതും അതിലൊരേ ഒരു സ്വിച്ച് മാത്രമേ പ്രവർത്തിക്കത്തുള്ളൂ, അത് ടെറസിലേക്ക് പോകാൻ വേണ്ടിയിട്ട് മാത്രമാണ്. അപ്പോഴാണ് ആ ഒരു സെക്യൂരിറ്റിക്ക് മനസ്സിലാവുന്നത് തന്റെ സഹോദരി തന്നെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അവൾ തെറ്റായിട്ട് വഴി പറഞ്ഞ് അവനെ മുകളിലേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുമായിരുന്നു. ഇപ്പോൾ സോംബികളെല്ലാവരും താഴേക്ക് വരുന്നെന്നുള്ള കാര്യം സിയയ്ക്ക് അറിയാം. അതുകൊണ്ട് അവളുടെ സഹോദരൻ വന്നാലും അവളെ രക്ഷിക്കാൻ കഴിയത്തില്ലെന്ന് അവൾക്കറിയാം. അതുകൊണ്ട് അവൾ മനഃപൂർവ്വം തന്റെ സഹോദരനെ രക്ഷിക്കാൻ വേണ്ടി അവളുടെ ജീവൻ അവൾ പണയം വെച്ചതാണ്. ഇപ്പൊ ഇതേ കാര്യങ്ങളെല്ലാം ആ ഒരു സഹോദരിയും വിളിച്ച് അവനോട് പറയുന്നുണ്ട്. അപ്പൊ അവൻ പറയുന്നുണ്ട്, നിന്നെ വിട്ടിട്ട് ഞാൻ എങ്ങനെ പോകുമെന്നും പറഞ്ഞ് രണ്ടുപേരും കരയുമ്പോഴത്തേക്കും ആ ഒരു കൺട്രോൾ റൂം തകർത്ത് ബാക്കിയുള്ള സോംബികളെല്ലാം അകത്തേക്ക് വന്നിട്ട് ആ ഒരു സഹോദരി അവിടെ വെച്ച് തന്നെ കൊല്ലുന്നു. ഈ ശബ്ദമെല്ലാം അവൻ ഫോണിലൂടെ കേൾക്കുകയും ചെയ്യുന്നുണ്ട്.
പാവം ആ ഒരു സെക്യൂരിറ്റിയുടെ കരച്ചിൽ കാണുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് വിഷമം വരും. അവൻ ആകെ ഉണ്ടായിരുന്ന ആ ഒരു സഹോദരി മാത്രമാണ്. ഇതേ സമയം നമ്മുടെ ഹീറോയും ബാക്കിയുള്ളവരെ ഇവരെല്ലാവരും മുകളിലേക്ക് വരുമ്പോഴത്തേക്കാണ് നമ്മുടെ സെക്യൂരിറ്റി ഇവരുടെ എല്ലാവരുടെയും ഫോണിലേക്ക് ഒരു മെസ്സേജ് അയക്കുന്നു. എടുത്തു നോക്കുമ്പോൾ വേറൊന്നുമല്ല, സെക്യൂരിറ്റി പറയുന്നത് നിങ്ങളുടെ എല്ലാവരുടെയും ജീവൻ രക്ഷിക്കാൻ വേണ്ടി എൻ്റെ സഹോദരിയെ നിങ്ങൾ കൊലയ്ക്ക് കൊടുത്തു. അതുകൊണ്ട് ഇതിന് പ്രതികാരം ഞാൻ എന്തായാലും ചെയ്യും. നിങ്ങളുടെ കയ്യിലുള്ള നിങ്ങളെ രക്ഷിക്കാനുള്ള ആ ഒരു ഒരേ ഒരു കാര്യം അത് ആ ഒരു കണ്ണാടിയല്ലേ, അവന് എന്താ ചെയ്യാൻ പോകുന്നത് നോക്കിക്കോ എന്ന് പറഞ്ഞ് മെസ്സേജ് അയക്കുന്നതും ഇവിടെ ആ ഒരു പ്രൊഫസറിന്റെ ഭാര്യയെ കാണിക്കുമ്പോഴത്തേക്കും അവര് മനസ്സിലാക്കിയ കാര്യം എന്താന്ന് വെച്ചാൽ ഈ ഒരു സോംബി വൈറസുകൾക്ക് ഇതിന്റെ ലീഡറായിട്ട് ഒരാളുണ്ടാവും. അപ്പൊ അതിനെ നശിപ്പിച്ചാൽ മാത്രമേ ബാക്കിയുള്ളതും അതുപോലെ ഇല്ലാതാവത്തുള്ളൂ. പക്ഷെ അതിൽ മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഇതുപോലെ ആ ഒരു പ്രധാന സോംബിയെ നമ്മൾ കൊന്നാലും അതിൽ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ബാക്കിയുള്ള സാധാരണ മനുഷ്യരുണ്ടല്ലോ, അവരൊരിക്കലും സാധാരണ അവസ്ഥയിലേക്ക് തിരിച്ചൊരിക്കലും വരത്തില്ല. കാരണം അവരുടെ നാഡീ ഞരമ്പ് എല്ലാ ഭാഗത്തും ഈ ഒരു വൈറസ് കയറി അതെല്ലാം കൺട്രോളിലെടുത്തത് കൊണ്ട് ആ ഒരു ശരീരഭാഗങ്ങളെല്ലാം നശിച്ചു പോയിട്ടുണ്ടാവും. അപ്പൊ എന്തായാലും ആദ്യം ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ആ ഒരാളെ കണ്ടുപിടിച്ചാൽ മാത്രമേ ഇവർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഇവരവിടെയുള്ള ആ ഒരു ബിൽഡിങ്ങിലുള്ള CCTV മറ്റു കാര്യങ്ങളും ഇതെല്ലാം പരിശോധിച്ചിട്ട് ആദ്യം ഇൻഫെക്റ്റഡ് ആയത് ആർക്കാണെന്ന് നോക്കുമ്പോഴത്തേക്ക് ആ ഒരു CEO ഉണ്ടല്ലോ അയാളാണ്. അതുകൊണ്ട് CEOയെ ആദ്യം തൂക്കണം. ഇതേ സമയം ആ ഒരു സെക്യൂരിറ്റി ആണെങ്കിലോ തന്റെ സഹോദരി മരിച്ച ആ ഒരു ദേഷ്യത്തില് കയ്യിൽ കത്തിയെല്ലാം വെച്ച് കെട്ടിയിട്ട് ഇപ്പോ വഴിയിൽ വരുന്ന എല്ലാ സോംബികളെയും ഭയങ്കരമായിട്ട് കുത്തിക്കൊന്ന് അത് കൊടൂരമായിട്ട് ആ ഒരു സോംബികളെ എല്ലാവരെയും കൊന്നിട്ട് ഒരു കൺട്രോൾ റൂമിലേക്ക് വന്ന് അവിടെ ഇരുന്ന് ഈ ബാക്കി രക്ഷപ്പെട്ടു പോകുന്ന നമ്മുടെ കണ്ണാടിക്കാരൻ പോലീസുകാർ ഇവരുണ്ടല്ലോ അവരേത് വഴിയെ പോകുന്നെന്ന് അവൻ മനസ്സിലാക്കും. ഇപ്പൊ കണ്ണാടിക്കാരനെയും കൊണ്ട് ഇവരെല്ലാവരും സേഫായിട്ട് മറ്റൊരു സ്ഥലത്തൂടെ ഇങ്ങനെ പോകുമ്പോഴത്തേക്കും ഇവിടെ സ്പീക്കറിൽ കേൾക്കുന്ന ഒരു ശബ്ദം വെച്ചിട്ട് തന്നെ നമ്മുടെ കണ്ണാടിക്കാരൻ ആ ഒരു ലൊക്കേഷൻ ഏതാണെന്ന് മറ്റുള്ള സോംബികൾക്ക് നിർദ്ദേശം കൊടുക്കുകയാണ്. അപ്പോൾ ബാക്കിയുള്ള സോംബികൾ അവിടേക്ക് ഓടി വരുന്നതും ഇപ്പോൾ നമ്മുടെ പോലീസുകാരൻ തന്റെ തോക്ക് ഉപയോഗിച്ചിട്ട് ഒരുപാട് സോംബികളെ ഷൂട്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഒരുപാട് സോംബികളായിട്ട് വേറെ ലെവലിൽ ഫൈറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഫൈറ്റ് ചെയ്ത് ഒരു വിധത്തില് നമ്മുടെ ഹീറോയിൻ അവളുടെ കൂടെ രക്ഷപ്പെട്ട രണ്ടുപേര് ഇവരെല്ലാവരും നമ്മുടെ കണ്ണാടിക്കാരനെ പിടിച്ചിട്ട് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടും. ഇപ്പൊ ഇതിനിടയിൽ നമ്മുടെ പോലീസുകാരൻ മാത്രം അവിടെ ഒറ്റയ്ക്കായി പോയല്ലോ. അവൻ രക്ഷപ്പെട്ടു പോകാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അതിനു മുന്നേ തന്നെ ആ ഒരു സോംബികളെ അറ്റാക്ക് ചെയ്ത് ആ പോലീസുകാരനെ കൊന്നിപ്പോ ആ ഒരു പോലീസുകാരൻ അവരെ പോലെ തന്നെ ഒരു സോംബിയായിട്ട് മാറുകയും ചെയ്യുന്നു. ഇപ്പോ രക്ഷപ്പെട്ട രണ്ടുപേര് നമ്മുടെ ഹീറോയിൻ ആ ഒരു കണ്ണാടിനെ കൊണ്ട് സേഫ് ആയിട്ടുള്ള സ്ഥലത്തേക്ക് വന്നിട്ട് ഇപ്പൊ ഇവര് ശബ്ദം ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടി ഫോൺ വഴിയാണ് മെസ്സേജ് പാസ് ചെയ്യുന്നത്. അതുപോലെ ഇവനെ കെട്ടിയിട്ടിട്ട് ഇപ്പോൾ ഹീറോയിൻ ഇവരോട് മെസ്സേജ് അയച്ച് പറയുന്നത് എന്താണെന്ന് വെച്ചാല് നിങ്ങൾ രണ്ടുപേരും ഇവനെ നോക്കി ഇവിടെ ഇരുന്നു, ഞാൻ പോയിട്ട് ആ ഒരു പോലീസുകാരന്റെ ഫോൺ എടുത്തുകൊണ്ട് വന്ന് അതുവഴി റെസ്ക്യൂ ടീമിനെ വിളിക്കാനായിട്ട് നോക്കാം. ഇപ്പൊ ആ ഒരു പോലീസുകാരന്റെ ഫോൺ കിട്ടിയാൽ മാത്രമേ ഇവർക്ക് റെസ്ക്യൂ ടീമിനെ വിളിക്കാൻ കഴിയത്തുള്ളൂ. അങ്ങനെ ആ കാര്യം പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയിൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നതും ഇപ്പൊ ഒരു ഗ്രൂപ്പ് ഉണ്ട് ഈ രക്ഷപ്പെട്ടവർക്കല്ല, അതിലാണെന്ന് തോന്നുന്നു മെസ്സേജ് അയക്കുന്നത്. ഇപ്പൊ താഴെ കിടക്കുന്ന ഏതോ ഒരു സോംബിക്ക് അതിലൊരാളുടെ ഫോൺ കിട്ടുന്നതും ആ ഒരു ഫോൺ എടുത്ത് നോക്കുമ്പോൾ അതിൽ നമ്മുടെ ഹീറോയിൻ അയച്ച ആ ഒരു മെസ്സേജ് കാണുന്നുണ്ട്. കാണുമ്പോഴത്തേക്ക് എന്താണ് ഈ ഒരു ഇൻഫർമേഷൻ നമ്മുടെ കണ്ണാടി ഉണ്ടല്ലോ അവന് മനസ്സിലാവുന്നതും ഇപ്പൊ കണ്ണാടിക്ക് മനസ്സിലായി ഇവര് റെസ്ക്യൂ ടീമിനെ വിളിച്ചിട്ട് ഇവിടെ നിന്നും രക്ഷപ്പെട്ട് പോകാൻ പോവാണെന്ന്. ഷെടാ ഈ ഒരു സോംബികള് അത്രയും അഡ്വാൻസ്ഡ് ആയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ റേഷൻ കാർഡും ആധാർ കാർഡൊന്നും പോരെ, അവർക്ക് സിം കാർഡ് കൂടി എടുത്തു കൊടുക്കണം. അപ്പൊ കണ്ണാടിക്ക് ഇത് മനസ്സിലായതുകൊണ്ട് അവൻ പെട്ടെന്ന് ചിരിക്കുന്നുണ്ട്. ഇതേ സമയം നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ ആ ഒരു പോലീസുകാരന്റെ ഫോൺ കണ്ടുപിടിച്ചിട്ട് അതുവഴി ആ ഒരു കമ്മീഷണറും ബാക്കിയുള്ളവരെല്ലാവരും വിളിച്ചതുപോലെ 32ാമത്തെ ഫ്ലോറിൽ ആ കണ്ണാടിയായിട്ട് രക്ഷപ്പെട്ട ഞങ്ങൾ 3 പേര് അവനോടൊപ്പം തന്നെ എത്രയും പെട്ടെന്ന് ഇവിടേക്ക് ആളെ അയക്കാൻ പറയുന്നതും ഇപ്പൊ 2 ടീമിനെ അതിനകത്തേക്ക് അയക്കാനായിട്ട് ഇവർ തയ്യാറാവാണ്. ഒരു ടീം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കണ്ണാടിക്കാരനെ ബാക്കിയുള്ളവരെ രക്ഷപ്പെടുത്താൻ വേണ്ടി, മറ്റൊരു ടീമാണെങ്കിലോ തുടക്കക്കാരനായിട്ടുള്ള ആ ഒരു CEO ഉണ്ടല്ലോ അയാളെ കൊല്ലാൻ വേണ്ടി. എന്നാലേ ബാക്കിയുള്ള സോംബികളും അവിടെ സ്റ്റോപ്പ് ആവത്തുള്ളൂ. ഇപ്പൊ നമ്മുടെ ഹീറോയിൻ പറഞ്ഞ ഈ ഒരു കാര്യം താഴെ കിടക്കുന്ന ഒരു സോംബി അത് കേട്ടു. അത് കേട്ടിട്ട് എന്താണ് ഈ കാര്യം അതേപോലെ തന്നെ ബാക്കിയുള്ള സോംബികൾക്ക് മെസ്സേജ് ആയിട്ട് പാസ് ചെയ്യുന്നതും ഇപ്പൊ ഈ ഒരു വെയർ ഹൗസിൽ ആരൊക്കെയാണുള്ളത് നമ്മുടെ കണ്ണാടിക്കാരൻ രക്ഷപ്പെട്ട ആ ഒരു 2 പേര്. ഇപ്പൊ അവരങ്ങനെ അവിടെ ഇരിക്കുന്നതും അവിടെയുള്ള ഡോറിൽ ആരോ തട്ടുന്ന ശബ്ദം ഇവരാദ്യം പേടിക്കും. അപ്പോഴാണ് വെളിയിൽ നിന്ന് പറയുന്നത് പേടിക്കണ്ട, ഞങ്ങൾ റെസ്ക്യൂ ടീമാണ്, നിങ്ങളെ രക്ഷപ്പെടുത്താൻ വന്നതാണെന്ന് പറയുന്നതും നമുക്കറിയാലോ എന്തായാലും അത് ആ ഒരു സോംബികളായിരിക്കുമെന്ന്. ഇവർ ഓടിച്ചെന്നിട്ട് രക്ഷപ്പെടുത്താനാണെന്ന് വിചാരിച്ച ആ ഒരു ഡോർ വലിച്ചു തുറക്കുമ്പോൾ ആഹാ അതെല്ലാം സോംബികളായിരുന്നു. ഇവരെ 2 പേരെ അറ്റാക്ക് ചെയ്ത ആ ഒരു പെണ്ണുങ്ങളും ഇപ്പോ സോംബികളായിട്ട് മാറുകയാണ്. ഇപ്പൊ കണ്ണാടിക്കാരന്റെ മുഖത്തുള്ള ആ ഒരു സന്തോഷം കാണണം. അവൻ ഇപ്പോൾ രക്ഷപ്പെട്ട് പതിയെ വെളിയിലേക്ക് ഇറങ്ങി വരികയാണ്. ഇപ്പൊ ഇതേ സമയം ടെറസിന് മുകളിൽ കാണിക്കുമ്പോഴത്തേക്ക് ആ ഒരു റെസ്ക്യൂ ടീം ഇവരിപ്പോ ടെറസിന് മുകളിലേക്ക് വന്നിറങ്ങി. എന്നിട്ട് ഇതിനുള്ളിലേക്ക് പോവാണ്. പോകുന്ന വഴിക്കാണെങ്കിൽ ഒരുപാട് സോംബികളുണ്ട്. ഇപ്പൊ ഇവരുടെ കയ്യിൽ തോക്കും കാര്യങ്ങളും ഉള്ളത് കൊണ്ട് ബാക്കിയുള്ള സോംബികളെല്ലാം കൊന്നു ഇവർ ആ ഒരു CEO ഉണ്ടല്ലോ അയാൾ അന്വേഷിച്ചാണ് പോകുന്നത്. അങ്ങനെ പോയി അവസാനം ആ ഒരു CEOനെ കണ്ടുപിടിച്ചിട്ട് ഇപ്പൊ അയാളെ ഷൂട്ട് ചെയ്ത് കൊല്ലുന്നതും ബാക്കിയുള്ള എല്ലാ സോംബികളും ഇവിടെ സ്റ്റോപ്പ് ആവും, അവരുടെ കൺട്രോൾ എല്ലാം നഷ്ടപ്പെടുമെന്ന് ഇവർ വിചാരിക്കുമ്പോൾ ഒരിക്കലും അത് നടക്കുന്നില്ല. കാരണം ബാക്കിയുള്ള സോംബികൾ സാധാരണ പോലെ തന്നെ ഇപ്പോൾ അതിനകത്ത് നടക്കുന്നുണ്ട്. അതിന് കാരണം വേറെ ഒന്നല്ല, നമ്മുടെ കണ്ണാടിക്കാരനാണല്ലോ അവനാണിപ്പോൾ ഈ ഒരു സോംബികളെല്ലാവരെയും കൺട്രോൾ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ സോംബികളെല്ലാം സാധാരണ രീതിയിൽ നടക്കുന്നത്. പിന്നീട് എന്താണ് അവിടെയുള്ള എല്ലാ സോംബികളും ഈ ഒരു റെസ്ക്യൂ ടീമിന്റെ മുകളിലേക്ക് ചാടി വീണ് ഇപ്പൊ അവരെല്ലാവരെയും ഭയങ്കരമായിട്ട് അറ്റാക്ക് ചെയ്യുന്നതും
അവരുടെ കയ്യിലുള്ള ക്യാമറ എല്ലാ കാര്യങ്ങളും നശിച്ചു. ഇപ്പോൾ വെളിയിലുള്ള ബാക്കിയുള്ള ഓഫീസേഴ്സ്, നമ്മുടെ ആ ഒരു പ്രൊഫസർ ലേഡി, ഇവരെല്ലാവരും മനസ്സിലാക്കും ഈ ഒരു സിഇഒയെ ആദ്യം കടിച്ചെങ്കിലും അയാളല്ല ഇതിന്റെ ലീഡർ, അത് വേറെ ആരാണെന്നുള്ള കാര്യം ഇവർ മനസ്സിലാക്കുന്നുണ്ട്. ഇതേ സമയം നമ്മുടെ ഹീറോയിൻ ആണെങ്കിലോ അങ്ങനെ തിരിച്ചേറി വേറെ അവസരത്തേക്ക് ഓടി വരുന്നതും അവിടെ നിന്നും ആ ഒരു കണ്ണാടിക്കാരൻ ബാക്കിയുള്ള സോംബികളായിട്ട് നടന്നു വരുന്നതും ഇത് കാണുമ്പോൾ തന്നെ ഹീറോയിൻ ഒളിച്ചിരുന്നിട്ട് അവൾക്ക് മനസ്സിലായി അതിനകത്ത് രക്ഷപ്പെട്ട 2 പെണ്ണുങ്ങളെയും ഈ സോംബികൾ അറ്റാക്ക് ചെയ്തിട്ടുണ്ടാവുമെന്ന്. ഇപ്പൊ അങ്ങനെ ഹീറോയിൻ ഒളിച്ചിരിക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ സെക്യൂരിറ്റി ഈ സോംബികൾ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി കത്തിയും കൊണ്ട് വന്നിട്ട് അതിനോട് ഫൈറ്റ് ചെയ്യും. കുറെ നേരം ഫൈറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഈ സോംബികളുടെ ദേഹത്തുള്ള രക്തം, അതേപോലെ തന്നെ അതിന്റെ ദേഹത്തുള്ള ആ ഒരു വെള്ള ലിക്വിഡ് ഉണ്ടല്ലോ, അത് നമ്മുടെ സെക്യൂരിറ്റിയുടെ ദേഹത്ത് ഒരുപാട് പറ്റിയിട്ടുണ്ടായിരുന്നു. അത് കാരണം ഈ ഒരു സോംബികളിപ്പോ ആ സോംബികൾ വിചാരിക്കുന്ന എന്താണ്, ഈ ഒരു സെക്യൂരിറ്റിയും ഇവരിൽ ഒരാളാണ് എന്ന് വിചാരിച്ച് സെക്യൂരിറ്റി അത് അറ്റാക്ക് ചെയ്യുന്നില്ല. അപ്പൊ ഇത് മനസ്സിലാക്കിയ നമ്മുടെ സെക്യൂരിറ്റി ആണെങ്കിലോ ഓരോ സോംബികളായിട്ട് ഭയങ്കരമായിട്ട് കൊല്ലുന്നുണ്ട്. പക്ഷെ നമ്മുടെ കണ്ണാടിക്കാരനെ ഇതിനെ കൺട്രോൾ ചെയ്യാൻ കഴിയുന്നതുകൊണ്ട് അവൻ ഇപ്പോൾ സോംബികളെ കൺട്രോൾ ചെയ്ത് ഈ സെക്യൂരിറ്റിയുടെ അടുത്തേക്ക് വിട്ടുകൊടുക്കും. അപ്പോൾ സെക്യൂരിറ്റി ഫൈറ്റ് ചെയ്ത് അവന്റെ കയ്യിൽ നിന്നും കത്തിയും താഴെ പോകുന്നുണ്ട്. ഇപ്പൊ എന്ത് ചെയ്യുന്ന ആലോചിച്ച് നിൽക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ ഹീറോയും പുറയിലൂടെ വന്ന് കണ്ണാടിയുടെ കഴുത്തിലേക്ക് ഒരു വയർ എടുത്തിട്ടിട്ട് അവനെ വലിച്ച് ഒരിടത്തേക്ക് കെട്ടി അങ്ങ് നിർത്തിയേക്കും. പക്ഷേ കണ്ണാടിക്കാരൻ അപ്പോഴും ആ ഒരു സോംബികളെ വെച്ചിട്ട് തന്നെ അവന്റെ കഴുത്തിലിട്ടിരിക്കുന്ന ആ ഒരു വയറ് അതുവരെ കട്ട് ചെയ്ത് കളയാണ്. ഈ ഗ്യാപ്പിൽ നമ്മുടെ സെക്യൂരിറ്റി ആണെങ്കിൽ താഴെ കിടക്കുന്ന കത്തിയെടുത്ത് നമ്മുടെ കണ്ണാടിക്കാരനെ കൊല്ലാനായിട്ട് നടന്നു പോകുന്നതും ഹീറോയിൻ ഓടി വന്ന് അവനെ തടയും. എന്താന്ന് വെച്ചാല് ഇപ്പൊ നമ്മൾ കണ്ണാടിക്കാരനെ കൊന്നു കഴിഞ്ഞാൽ ഇത് ഒരിക്കലും അവസാനിപ്പിക്കാൻ കഴിയത്തില്ല, അതുകൊണ്ട് ഒരിക്കലും നീ ഇത് ചെയ്യരുത്, അവൻ ജീവനോടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ബാക്കിയുള്ളവരെ രക്ഷപ്പെടുത്താൻ കഴിയുള്ളൂ എന്ന് പറയുന്നത്. പക്ഷെ ഇത്രയൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ സെക്യൂരിറ്റി ആണെങ്കിലോ ഹീറോയിന്റെ കഴുത്ത് പിടിച്ചിട്ട് ഈ കണ്ണാടിയെ ഒരിക്കലും കൊല്ലാതെ വിടത്തില്ല. അതുകൊണ്ട് ഹീറോയിനെ അടിച്ചവിടെ ഇട്ടിട്ട് അവനിപ്പോ ആ ഒരു കണ്ണാടിയുടെ പിറകെ തന്നെ പോവാണ്. ഇപ്പൊ കണ്ണാടിയെ പിടിക്കാനായിട്ട് വരുന്നതും നമ്മുടെ സെക്യൂരിറ്റിയുടെ മുന്നിൽ അവന്റെ സഹോദരി ഉണ്ടല്ലോ ആ സോംബിയായിട്ട് മാറി വന്ന് നിൽക്കുകയാണ്. അവൾക്ക് ഇപ്പോൾ നടക്കാനും കഴിയുന്നുണ്ട്. അതുകൊണ്ട് ഇത് കണ്ട സെക്യൂരിറ്റി ആണെങ്കിലേ തന്റെ സഹോദരി ഈ ഒരു അവസ്ഥയിലായതുകൊണ്ടും അവളുടെ ശരീരത്തിലുള്ള ആ ഒരു വൈറസ് ഭയങ്കരമായിട്ടും എവോൾവ് ആയതുകൊണ്ടും ഇപ്പൊ സെക്യൂരിറ്റി അവളുടെ മുന്നിൽ നിന്ന് കരയുമ്പോഴത്തേക്കും നമ്മുടെ കണ്ണാടി അപ്പൊ എന്നോടാണ് കളിക്കുന്നതെന്ന് പറഞ്ഞിട്ട് അവനിപ്പോ ചിരിച്ചിരിച്ച് താഴെ ഇങ്ങനെ കിടക്കാണ്. ഇപ്പൊ ആ ഒരു സഹോദരി ആണെങ്കിലേ നമ്മുടെ സെക്യൂരിറ്റിയുടെ കയ്യിൽ നിന്ന് ആ ഒരു കത്തി പിടിച്ചു വാങ്ങി ഈ സെക്യൂരിറ്റിയെ തന്നെ അങ്ങ് കൊത്തി കൊല്ലുകയും ചെയ്യുന്നു. അപ്പോഴാണ് ആ ഒരു കണ്ണാടിക്കാരൻ അവിടെ നിന്ന് എഴുന്നേറ്റിട്ട് നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ ഇതൊന്നും കണ്ടിട്ട് കഴിയുന്നില്ല. ഹീറോയിന്റെ മുന്നിലേക്ക് വന്നിട്ട് അവന്റെ യഥാർത്ഥ ലക്ഷ്യം എന്താണെന്ന് പറയുന്നത്, എന്റെ അച്ഛൻ മരിച്ചതും ഇതുപോലെ മനുഷ്യർ തമ്മിലുള്ള ആ ഒരു കമ്മ്യൂണിക്കേഷൻ കറക്റ്റ് ആവാത്തത് കൊണ്ടാണ്. അതുകൊണ്ടാണ് ഞാൻ ഇതുപോലൊരു കാര്യം കണ്ടുപിടിച്ചത്. ഇപ്പോൾ മനുഷ്യരെല്ലാവരും അതുപോലെ എല്ലാ മനുഷ്യർക്കും അവരുടെ വിഷമങ്ങളും മറ്റും ഷെയർ ചെയ്യാൻ വേണ്ടി ഒരു പുതിയ സിസ്റ്റം അല്ലെങ്കിൽ ഒരു പുതിയ കാര്യം കണ്ടുപിടിക്കണമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ അങ്ങനെയുള്ള എന്റെ ആ ഒരു കണ്ടുപിടുത്തം എനിക്കൊരു ക്രെഡിറ്റും തരാതെ അത് തട്ടിയെടുത്ത് എന്നെ ചതിച്ചു കഴിഞ്ഞാല് അതുകൊണ്ടാണ് എന്റെ ആ ഒരു സ്വപ്നം ഇപ്പോൾ ഇതുപോലെ ഒരു വൈറസ് ആയിട്ട് മാറി നിൽക്കുന്നത് എന്നെല്ലാം പറയുന്നതും ഇപ്പൊ ഇവിടേക്ക് വന്ന മറ്റൊരു റെസ്ക്യൂ ടീം ഉണ്ടല്ലോ, അവര് പെട്ടെന്ന് അകത്തേക്ക് കയറി വരുന്നു. എന്നിട്ട് നമ്മുടെ കണ്ണാടിക്കാരനെ മാത്രം അവിടുന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുപോകും. ഹീറോയിൻ ആണെങ്കിലോ മറ്റുള്ള സോംബികളെ അറ്റാക്ക് ചെയ്യാനായിട്ട് വരുമ്പോഴത്തേക്ക് അവള് ഇതിനകത്തും പെട്ടുപോയി. അവളെ രക്ഷപ്പെടുത്താനായിട്ട് ഇപ്പോൾ ഇവർ ശ്രമിക്കുന്നതുമില്ല, കാരണം അവളെ ആവശ്യമില്ല അവർക്ക്. കാരണം അവർക്ക് ആവശ്യം ആ ഒരു കണ്ണാടിക്കാരനാണ്. ഇപ്പൊ ഇതെല്ലാം കണ്ട നമ്മുടെ പ്രൊഫസറിന്റെ വൈഫാണെങ്കിലോ ആ പെൺകുട്ടിയെ രക്ഷപ്പെടുത്താൻ പറയുമ്പോഴത്തേക്കും ഇവരാരും അത് കേൾക്കുന്നില്ല, അവരത് വലിയ കാര്യമാക്കുന്നില്ല. ഇപ്പോ അകത്ത് പെട്ട് കിടക്കുന്ന നമ്മുടെ ഹീറോയിനെ ആ ഒരു പ്രൊഫസർ ലേഡി ഉണ്ടല്ലോ അവര് വിളിച്ചിട്ട് ഇപ്പോൾ ഒരു കാര്യം പറയുന്നുണ്ട്. ഇതുപോലെ ആ ഒരു കുരങ്ങുകളുടെ കാര്യം, പ്രധാനമായിട്ട് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ആ ഒരു വൈറസിനെ നശിപ്പിച്ചാൽ മാത്രമേ ബാക്കിയുള്ളതിനെ നശിപ്പിക്കാൻ കഴിയത്തുള്ളൂ എന്നുള്ള ആ ഒരു കാര്യം. ഇപ്പൊ ഇതേ കാര്യം കണ്ണാടിക്കാരന്റെ ആ ഒരു വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞാലേ അവന്റെ ശരീരത്തിൽ നിന്നും ഈ ഒരു വൈറസിനെ നശിപ്പിക്കാനുള്ള ഒരു മരുന്നും ഇവർക്ക് കണ്ടുപിടിക്കാൻ കഴിയത്തില്ല. കാരണം ഈ ഒരു വൈറസുകൾക്ക് ലീഡറായിട്ടുള്ള ഒരേ ഒരാള് ആ ഒരു കണ്ണാടിക്കാരൻ മാത്രമാണ്. അതുകൊണ്ട് അവനെ കൊന്നാൽ മാത്രമേ ഈ ഒരു വൈറസിനെ നമുക്ക് നശിപ്പിക്കാൻ കഴിയത്തുള്ളൂ എന്നുള്ള കാര്യം നമ്മുടെ ഹീറോയിനോട് പറയുമ്പോഴത്തേക്കും ഈ പോലീസുകാരെ കണ്ണാടിക്കാരനെ പിടിച്ചോണ്ട് പോയ എന്തിനാണ്, അവനിൽ നിന്ന് ആ ഒരു മരുന്നുണ്ടാക്കാൻ വേണ്ടി. പക്ഷെ അതൊരിക്കലും നടക്കാൻ പോകുന്നില്ല. ഈ ഒരു ടെസ്റ്റ് ഇപ്പോഴാണ് നമ്മുടെ പ്രൊഫസർ ഹീറോയിനോട് പറയുന്നത് തന്നെ. ഇതേ കാര്യം ഒഫീഷ്യൽസിനോടും ഈ ഒരു പ്രൊഫസർ ലേഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അവരത് വിശ്വസിക്കുന്നില്ല. അവർ ഈ കണ്ണാടിക്കാരനെ വെച്ച് മാത്രമേ ഇതിന് മരുന്ന് കണ്ടുപിടിക്കാൻ കഴിയുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് അവനെ പിടിച്ചോണ്ട് പോകുന്നത്. ഇപ്പൊ കാണിക്കുമ്പോഴത്തേക്കും നമ്മുടെ കണ്ണാടിക്കാരനെ ആ ഒരു റെസ്ക്യൂ ടീം ടെറസിന് മുകളിലൂടെ വെളിയിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണ്. അങ്ങനെ കൊണ്ടുപോകുമ്പോഴത്തേക്കാണ് നമ്മുടെ കണ്ണാടിക്കാരൻ പകുതി എത്തുമ്പോഴത്തേക്കും പെട്ടെന്ന് ഇപ്പോൾ താഴെയുള്ളവർ വിശ്വസിക്കുന്ന എന്താണ്, എല്ലാം പൂർത്തിയായി ഇനിയിപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് മരുന്നെല്ലാം കണ്ടുപിടിക്കാന്നാണ്. പക്ഷേ നമ്മുടെ കണ്ണാടിക്കാരനിപ്പോ അതിനകത്ത് റെസ്ക്യൂ ടീമായിട്ട് വന്ന ആളുകളുണ്ടല്ലോ അവര് സോംബികളായിട്ട് മാറിയിട്ടുണ്ടായിരുന്നല്ലോ, അവരെ എല്ലാവരെയും കൺട്രോൾ ചെയ്തിട്ട് ഈ ഒരു റെസ്ക്യൂ ടീമിനെ അവരെ വെച്ചിട്ട് ഷൂട്ട് ചെയ്ത് കൊല്ലും. അപ്പോൾ എല്ലാവരെയും കൊന്നതിന് ശേഷം ഇപ്പോൾ നമ്മുടെ കണ്ണാടിയുടെ കൂടെ സാധാരണ സോംബികൾ മാത്രമല്ല ട്രെയിനഡ് ആയിട്ടുള്ള ഈ ഒരു റെസ്ക്യൂ ടീമും അവരുടെ സോംബികളും ഉണ്ട്. അങ്ങനെ സോംബികളായിട്ടുള്ള ആ ഒരു റെസ്ക്യൂ ടീമിനെയും കൊണ്ട് ഇപ്പൊ ആ ഒരു കണ്ണാടിക്കാരൻ അകത്തുള്ള വണ്ടി എടുത്തിട്ട് പെട്ടെന്ന് വെളിയിലേക്ക് വരാണ്. വെളിയിലേക്ക് വരുമ്പോഴത്തേക്കും താഴെയുള്ള ജനങ്ങളാണെങ്കിലോ റെസ്ക്യൂ ടീം വന്നെന്ന് പറഞ്ഞിട്ട് അവരെല്ലാവരും സന്തോഷിക്കുന്നു. അതും ആൾക്കൂട്ടത്തിന്റെ ഇടയിൽ വണ്ടി കൊണ്ട് നിർത്തിയിട്ട് അവിടെ വന്നിട്ട് ആ ഒരു വണ്ടിയുടെ ഡോർ തുറക്കുന്നതും അതിനകത്ത് നിന്ന് ഒരു സോംബി വെളിയിലേക്ക് വന്നു. ഇപ്പൊ എല്ലാവരും അന്തം വിട്ട് നോക്കി നിൽക്കുന്നതും
ആഹാ, ഇനി ഒട്ടും രക്ഷയില്ല. കാരണം ഇത്രയും നേരം ആ ഒരു ബിൽഡിങ്ങിനകത്ത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇപ്പോ ഈ ഒരു സിയോൾ സിറ്റി മുഴുവനായിട്ടും സോംബി വൈറസ് പടർന്നു പിടിക്കുകയാണ്. കാരണം എല്ലാവരും അറ്റാക്ക് ചെയ്തിട്ട് ആ ഒരു സിറ്റി മുഴുവൻ ഇപ്പോൾ സോംബികളായിട്ട് മാറിയിട്ടുണ്ട്. ഇപ്പൊ ഇതേ സമയം നമ്മുടെ ഹീറോയിൻ ആണെങ്കിലോ ആ ഒരു സോംബികളെല്ലാം പറ്റിച്ച് എങ്ങനെയോ വെളിയിലേക്ക് വന്നു. കാരണം എന്താണെന്ന് വെച്ചാല് ആ ഒരു സെക്യൂരിറ്റി ഗാർഡിന്റെ ദേഹത്ത് ഈ സോംബികളുടെ രക്തവും അതേപോലെ തന്നെ ആ ഒരു വെള്ള ലിക്വിഡ് ഇതെല്ലാം പറ്റിയത് കൊണ്ട് ആ ഒരു സോംബികള് സെക്യൂരിറ്റീനെ ഒന്നും ചെയ്തിരുന്നില്ല. അപ്പൊ അതേ ടെക്നിക്ക് ഉപയോഗിച്ചിട്ടാണ് ഹീറോയിന് വെളിയിലേക്ക് വന്നത്. അതുപോലെ ഈ ഒരു കണ്ണാടിക്കാരനെ ഉടനെ തന്നെ തടയണം. ഇല്ലാന്നുണ്ടെങ്കിൽ ഇവൻ ഈ ഒരു സിറ്റി മാത്രമല്ല ഈ ഒരു ലോകത്തെ മുഴുവനായിട്ട് കൺട്രോളിലെടുക്കും. അതിനു മുന്നേ അവൻ എന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞ് ഇപ്പൊ ആ ഒരു പ്രൊഫസറിന്റെ ഭാര്യയെ വിളിക്കും. എന്നിട്ട് നിങ്ങൾ അവിടെയുള്ള ആ ഒരു CCTV വഴി ആ കണ്ണാടിക്കാരൻ എങ്ങോട്ടാണ് പോയത് എന്നുള്ള ആ ഒരു ലൊക്കേഷൻ പറഞ്ഞുതരാൻ പറയുന്നതും, ഇതുപോലെ ഒരു പബ്ലിക് സ്ക്വയർ ഉണ്ട് അവിടെയാണ് അവൻ പോയിട്ടുള്ളത് എന്നുള്ള കാര്യം ആ ഒരു പ്രൊഫസർ പറയുന്നതും, ഹീറോയിൻ ഇപ്പോൾ അവിടെ നിന്നൊരു കാറും എടുത്തിട്ട് അങ്ങനെ ആ ഒരു സിറ്റിയിലേക്ക് നമ്മുടെ കണ്ണാടിക്കാരൻ പോകുന്ന അവന്റെ പിറകെ തന്നെ പോവാണ്. പോകുന്ന വഴിക്കാണെങ്കിൽ ഈ ഒരു സിറ്റി മുഴുവൻ നശിക്കുന്നത് ഹീറോയിൻ കണ്ടുകണ്ടാണ് പോകുന്നത്. പാവം, ഇതിൽ ഒരുപാട് ചെറിയ കുട്ടികളൊക്കെ ഉണ്ട്. ഇപ്പൊ അവസാനം ആ ഒരു കണ്ണാടിക്കാരനെ കാണുന്നതും എല്ലാ ദേഷ്യവും മനസ്സിൽ വെച്ചിട്ട് നേരെ കൊണ്ടുവന്ന് അവൻ ഇടിക്കാൻ ശ്രമിക്കുമ്പോൾ അവൻ ഒഴിഞ്ഞങ്ങ് മാറും. ഇപ്പൊ കണ്ണാടിക്കാരൻ എന്താണ് ആ ഒരു സോംബികളെ വീണ്ടും കൺട്രോൾ ചെയ്തിട്ട് നമ്മുടെ ഹീറോയിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി പറഞ്ഞു വിടുന്നു. ഈ സോംബികളെല്ലാം കൂടി ഹീറോയിന്റെ കാറിലേക്ക് ചാടി കയറുന്നതും ഹീറോയിൻ ഇപ്പൊ ആ ഒരു കാറിൽ നിന്നും എങ്ങനെയെങ്കിലും ചാടി വെളിയിലേക്ക് ഇറങ്ങിയിട്ട് ഇപ്പൊ ഹീറോയിൻ അവിടെ നിന്ന് മാറി നിൽക്കുമ്പോൾ അവളുടെ ദേഹത്ത് ആ ഒരു രക്തവും അതേപോലെ തന്നെ ലിക്വിഡും എല്ലാം പറ്റിയതുകൊണ്ട് ഈ സോംബികൾക്ക് പെട്ടെന്ന് ഹീറോയിനെ അടയാളം കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല. അപ്പൊ ഇത് മനസ്സിലാക്കിയ ആ ഒരു കണ്ണാടിക്കാരൻ ആ സെക്യൂരിറ്റിയുടെ അതേ ട്രിക്ക് തന്നെയാണ് ഇവളും ഫോളോ ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കി. ഇപ്പൊ കണ്ണാടിക്കാരൻ സോംബികൾക്ക് അടുത്തൊരു നിർദ്ദേശം കൊടുക്കാണ് ആ രക്തം പറ്റിയ അവളെ ഫോളോ ചെയ്യാനായിട്ട്. ഇപ്പൊ അത് മനസ്സിലാക്കിയ സോംബികൾ വീണ്ടും ഹീറോയിൻ അറ്റാക്ക് ചെയ്യാനായിട്ട് പോകുമ്പോൾ ഹീറോയിൻ എന്താണ് വെറുതെയാണോ, ഈ കണ്ണാടിക്കാരനെ കാട്ടി ബുദ്ധിയാണ്. അതുകൊണ്ട് അവൾ ആ ഒരു രക്തം പറ്റിയ ഡ്രസ്സ് ഉണ്ടല്ലോ അതെല്ലാം വലിച്ചൂരിയിട്ട് അതെടുത്ത് മറ്റൊരു വശത്തേക്ക് എറിഞ്ഞു കൊടുക്കും. അപ്പൊ ഈ സോംബികളെല്ലാം കൂടി ആ തുണിയുടെ പിറകെ പോകും. അതുമല്ല ആ ഒരു തുണി വന്ന് വീഴുന്നത് ഒരു സോംബിയുടെ മുകളിലേക്കാണ്. അതുകൊണ്ട് ബാക്കിയുള്ള സോംബികളെല്ലാം കൂടി ആ ഒരു സോംബിയെ ചുറ്റി ഇപ്പോൾ ഒരേ ഇൻഫർമേഷൻ എല്ലാ സോംബികളും ഒരുമിച്ചാണല്ലോ ഫോളോ ചെയ്യുന്നത്. അതുകൊണ്ട് ഇവരെല്ലാവരും ഒരേപോലെ തന്നെ കിടന്ന് ചുറ്റാണ്. അപ്പൊ ഈ കാര്യം കാണുന്നത് നമ്മുടെ കണ്ണാടിക്കാരൻ പറഞ്ഞ ആ ഒരു കാര്യം നമ്മുടെ ഹീറോയിന് മനസ്സിലാവുന്നുണ്ട്. എന്താന്ന് വെച്ചാല് ഈ ഒരു സോംബികളെല്ലാം ഒരേ ഇൻഫർമേഷൻ തന്നെ ഒരുമിച്ച് ഫോളോ ചെയ്ത് പോയി കഴിഞ്ഞാൽ അതിനെ കൺട്രോൾ ചെയ്യാൻ കഴിയും. ഒരുമിച്ച് ഫോളോ ചെയ്ത് പോവും. അങ്ങനെയാണെങ്കിൽ അത് ആകെ കൺഫ്യൂസ്ഡ് ആവും എന്നുള്ള കാര്യം ഹീറോയിന് മനസ്സിലായിട്ട് ഇപ്പൊ നമ്മുടെ കണ്ണാടിയാണെങ്കിലോ പെട്ടെന്ന് ചെന്നിട്ട് ആ ഒരു സോംബിയുടെ മുകളിലുള്ള തുണിയെടുത്ത് മാറ്റുന്നതും ഇപ്പൊ ഈ ഒരു സോംബികളെല്ലാം വീണ്ടും ഈ റീസ്റ്റാർട്ട് ആവുമല്ലോ അതുപോലെ ഒന്നേന്നും പറഞ്ഞിട്ട് റീസ്റ്റാർട്ട് ആവുകയാണ്. ഇത്രയും നേരം ആ ഒരു വൈറസുകൾക്ക് ഉണ്ടായിരുന്ന അഡ്വാൻസ്ഡ് ആയിട്ടുള്ള അറിവുകളും ഇതെല്ലാം റീസെറ്റായി. അതുകൊണ്ട് ഇനിയിപ്പോൾ ഒന്നേന്ന് പറഞ്ഞിട്ട് ഈ ഒരു സോംബികൾ അല്ലെങ്കിൽ ആ ഒരു വൈറസ് പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കണം. അത് ഇത്രയും നേരം മനസ്സിലാക്കി വെച്ചതെല്ലാം ഇത് കൺഫ്യൂസ്ഡ് ആയതുകൊണ്ട് പെട്ടെന്ന് റീസെറ്റ് ആയി പോയി. ഇപ്പൊ നമ്മുടെ ഹീറോയിൻ ഇതെല്ലാം നോക്കിയിട്ട് അവിടെ അടുത്തായിട്ടൊരു ബസ് ഉണ്ട്. ആ ബസ്സിലാണെങ്കിൽ ഒരുപാട് മനുഷ്യരുടെ ഫോട്ടോ പോസ്റ്ററായിട്ട് ഒട്ടിച്ചിട്ടുണ്ട്. അപ്പൊ ഇതിലേക്ക് ആ ഒരു സോംബികളുടെ ശ്രദ്ധ തിരിച്ചു വിടുന്നതും ഇപ്പോൾ സോംബികളെല്ലാം കൂടി ആ ഒരു കണ്ണാടിക്കാരനെ തള്ളി നേരെ ആ ഒരു ബസ്സിന്റെ അടുത്തേക്ക് ചെന്നിട്ട് അതാണ് മനുഷ്യരെന്ന് പറഞ്ഞ് അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുകയാണ്. കാരണം സ്റ്റാർട്ടിങ്ങിൽ ഇതുപോലെ ഒരു സ്ക്രീനിനടുത്തേക്ക് ചെന്നിട്ട് ഇതെല്ലാം അറ്റാക്ക് ചെയ്യുന്നുണ്ടായിരുന്നല്ലോ. ഇപ്പൊ അതുപോലെ ചെയ്യുമ്പോഴത്തേക്ക് ആ ഒരു കണ്ണാടിക്കാരൻ അതിനകത്ത് പെട്ടുപോയി. അവൻ എങ്ങനെയെങ്കിലും ഇതിനിടയിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങിയിട്ട് വന്ന് വീഴുന്നതാണെങ്കിലോ കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാറിന്റെ മുകളിലേക്ക്. അതുമല്ല അവിടെ കിടക്കുമ്പോഴത്തേക്ക് അവന്റെ ദേഹത്ത് അവന്റെ ഷർട്ടില് ഭയങ്കരമായിട്ട് തീ പിടിക്കുന്നു. അപ്പോൾ അവന്റെ ദേഹത്ത് തീ പിടിക്കുന്നതും ഇവനിപ്പോ വേദന കാരണം അവന്റെ ശരീരം ഭയങ്കരമായിട്ട് അലറി വിളിച്ചിട്ട് അങ്ങോട്ട് ഇങ്ങോട്ട് കിടന്ന് ഓടുമ്പോഴത്തേക്കും ഈ സിറ്റിയിലുള്ള എല്ലാ സോംബികളും അതുപോലെ തന്നെ പ്രവർത്തിക്കുന്നു. അവൻ എങ്ങനെയാണ് ആ ഒരു വേദന അനുഭവിക്കുന്നത് അതേപോലെ തന്നെ ഇപ്പോ ഹീറോയിന് മനസ്സിലായി ഈ ഒരു സോംബിയുടെ അല്ലെങ്കിൽ ആ ഒരു വൈറസിന്റെ മെയിൻ ഈ കണ്ണാടിക്കാരനാണെന്ന്. ഇപ്പൊ ശരീരം മുഴുവൻ തീ പിടിച്ചാലും അവൻ നമ്മുടെ ഹീറോയിന്റെ അടുത്ത് ഈവരാണ് അവളെ കൊല്ലാൻ വേണ്ടി. ഹീറോയിൻ ആണെങ്കിൽ ഒഴിഞ്ഞു മാറി ഒരു വിധത്തിൽ താഴേക്ക് വീണിട്ട് ഇപ്പൊ അവൻ അടുത്തേക്ക് വരുന്നത് ഹീറോയിൻ താഴെ കിടക്കുന്ന ഒരു കമ്പി എടുത്ത് ഒരൊറ്റ അടി അവന്റെ തലയിലേക്ക് അടി കൊണ്ട് അവൻ താഴെ വീഴുന്നതും ഇപ്പോൾ തീ പിടിച്ചിട്ട് അവന്റെ ശരീരം കത്തിയാവോ മരിക്കുന്നതും. ഇപ്പൊ ഈ ഒരു സോംബികൾ ഈ ഒരു സിയോൾ സിറ്റിയിലുള്ള എല്ലാ സോംബികളും അതുപോലെ തന്നെ സ്റ്റക്കായിട്ട് അങ്ങനെ നിൽക്കുകയാണ്. കാരണം ഇവർക്ക് ഇൻഫർമേഷൻ പാസ് ചെയ്യാനായിട്ട് ഒരു ലീഡർ ഇല്ല. അതുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയുന്ന ആ ഒരു സോംബികളെല്ലാം അതുപോലെ തന്നെ ആ ഒരു വൈറസ് ആ മനുഷ്യ ശരീരത്തിൽ സ്റ്റക്കായി പോയി. ഈ കാര്യം ആ ഒരു പ്രൊഫസറും കണ്ടിട്ട് അവർക്കും കാര്യം മനസ്സിലായിട്ടുണ്ട്. അതുപോലെ ഈ ഒരു വൈറസിന്റെ അറ്റാക്ക് നിന്നെന്ന് മനസ്സിലാക്കിയതും ആ പ്രൊഫസർ ഇപ്പോൾ നമ്മുടെ ഹീറോയിനെ വിളിക്കുകയാണ്. എന്നിട്ട് ഈ കാര്യം നമ്മുടെ ഹീറോയിനെ വിളിച്ച് പറയുന്നതും ഹീറോയിനും ഇപ്പോൾ സന്തോഷമായി. എന്തായാലും ഒരു വിധത്തിൽ ഇതെല്ലാം അവസാനിച്ചല്ലോ എന്നും പറഞ്ഞ് ഈ ഒരു മൂവി ഇവിടെ വെച്ച് അവസാനിപ്പിക്കാനായിട്ട് കാണിക്കുമ്പോഴത്തേക്കും അതിനു മുന്നേ ഒരൊറ്റ സീനും കൂടിയുണ്ട്. വേറൊന്നുമല്ല, ഈ കൂട്ടത്തിലുള്ള ഒരു സോംബി മാത്രം പെട്ടെന്ന് അനങ്ങുന്നുണ്ട്. അപ്പൊ ഈ ഒരു നെറ്റ്വർക്ക് ഇവിടെ വെച്ച് അവസാനിച്ചിട്ടില്ല. ഒന്നുകിൽ ആ ഒരു കണ്ണാടിക്കാരൻ അവ മരിക്കുന്നതിന് മുന്നേ ഇത് മറ്റൊരു സോംബിയിലേക്ക് കൈമാറിയിട്ടുണ്ടാവാം. അങ്ങനെയാണെങ്കിൽ ഈ ഒരു വൈറസ് ഇപ്പോഴും അവസാനിച്ചിട്ടില്ല, ഇതെവിടെയോ ഒരിടത്ത് ജീവനോടെ ഉണ്ട് എന്നും കാണിച്ചുകൊണ്ട് ഈ ഒരു മൂവി ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു? ആദ്യം മുതൽ അവസാനം വരെ നല്ല ത്രില്ലടിച്ച് കാണാൻ പറ്റിയൊരു മൂവിയല്ലേ? അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമന്റ് ചെയ്യാം.
അപ്പോൾ അടുത്തൊരു നല്ല മൂവി ആയിട്ട് ഉടനെ തന്നെ വരാം. അതുവരയ്ക്കും ബൈ.